ആ ഡിസ്കംഫേർട്ട് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ഒളിച്ചോട്ടത്തിനുള്ള ഒരു വഴിയാണ് നോക്കുക. എന്തൊരു അറിവ് പഠിക്കുമ്പോഴും അത് നമ്മളൊരു 360 ഡിഗ്രിയിൽ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എണീറ്റ് രാവിലെ ഓഫീസിലേക്ക് വരാൻ തോന്നാത്ത ദിവസങ്ങളിൽ എണീറ്റ് വരുന്നത് പോലും ഒരു കോൺഷ്യസ് എഫേർട്ടാണല്ലോ. എനിക്ക് ഒരു 99 കിട്ടിയ ഒരു സന്തോഷം വരില്ല. എനിക്ക് ആ 100 കിട്ടണമെന്ന് തോന്നിയ ആ 100 വേണം. എനിക്ക് ചെയ്യണ്ട, എനിക്ക് ഇതൊന്നും കളിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി ഓടാനുള്ള എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട്. അവർക്ക് അതിലൂടെ ഒരു സന്തോഷം കിട്ടുന്നു. ആ ചാലഞ്ച് എടുക്കുമ്പോൾ എന്നെ കൊണ്ട് ഇപ്പോഴും പറ്റും, ഒന്ന് ഞാൻ പുഷ് ചെയ്താൽ മതി എന്നുള്ളൊരു തോന്നൽ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റേജിൽ പോയിട്ട് ഒരു 500 പേർക്ക് കളിക്കുന്നുണ്ടെങ്കിൽ അവിടെ 500 പേർക്കും എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. നമ്മൾ ഈ ബാംഗ്ലൂർ ഡേയ്സിലൊക്കെ കാണും, ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ചെയ്യണം. റേഡിയോയിൽ നമ്മളെ കേട്ട് വളരെ ഇഷ്ടപ്പെട്ട് എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ ഉറപ്പായിട്ടും തിരിച്ചു പോകുന്ന എന്തൊരു ജാടയാന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഹായ് ഗായ്സ്, നാപ്പാർ സ്റ്റോക്സിൻ്റെ ഇന്നത്തെ പോഡ്കാസ്റ്റ് ചാനൽ നമ്മുടെ കൂടെയുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. നൃത്തലോകത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡാൻസർ പൂജ ഉണ്ണി. വെൽക്കം ടു ദ ഷോ മാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് മാം ഈ ഒരു കരിയറിലേക്ക് വന്നത്? മീൻസ് ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ കലാപരമായ വാസനകളുണ്ടോ അതോ നാച്ചുറലി വന്നു പെട്ടതാണോ, എങ്ങനെയാണ്? നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ അമ്മമാർ പെൺകുട്ടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഡാൻസ് പഠിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ വീട്ടിൽ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അമ്മയ്ക്കും മേമയ്ക്കും എല്ലാവർക്കും പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്കത് പഠിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ വെൻ ഐ സീ, എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അച്ഛൻ്റെ വീട്ടിൽ ഒരു സ്ട്രോങ് ഫ്ലെയർ കിടപ്പുണ്ട്. ആരും അങ്ങനെ സീരിയസ്ലി പേഴ്സ്യൂ ഒന്നും ചെയ്തിട്ടില്ല. എങ്കിൽ തന്നെ അച്ഛൻ്റെ വീട്ടിലെല്ലാവർക്കും ഒരു പാട്ടിനോടും അങ്ങനത്തെ കാര്യങ്ങളോടൊരു ഇഷ്ടമുണ്ട്. എൻ്റെ അമ്മമ്മയൊക്കെ ഷീസ് അബൌട്ട് 90. ഇപ്പോഴും ഒരു ബുക്കുണ്ട്, ഒരു പാട്ട് ബുക്കുണ്ട്, പണ്ടെന്തോ പഠിച്ചതിൻ്റെ. അതിങ്ങനെ പാടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നാട്ടിൽ പോകുമ്പോൾ അമ്മമ്മയുടെ അടുത്ത് ഇങ്ങനെ പോയിരുന്ന് കുറച്ച് പാട്ടുകളൊക്കെ ചോദിക്കും. അവിടുന്ന് പല ഐഡിയാസ് എനിക്ക് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നത്. ഐ തിങ്ക് ആ ഇൻട്രസ്റ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. സീരിയസ്ലി ആരും പേഴ്സ്യൂ ചെയ്തിട്ടില്ല എന്ന് മാത്രം. ഓക്കെ, ഞാനൊരു ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ട്, നിർബന്ധിച്ച് കൊണ്ടുപോയി ഡാൻസ് ക്ലാസ്സിലൊക്കെ ചേർത്തു. അതിനെപ്പറ്റി എന്താ പറയുന്നത്? അതൊക്കെ എല്ലാ കുട്ടികളും ഇപ്പോഴും പണ്ടും ഒക്കെ നമുക്കൊരു ഡിസ്കംഫേർട്ട് വരുമ്പോൾ നമുക്കൊരു റെസിസ്റ്റൻസ് വരുമല്ലോ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഇരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആ ഡിസ്കംഫേർട്ട് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ഒളിച്ചോട്ടത്തിനുള്ള ഒരു വഴിയാണ് നോക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉറപ്പായിട്ടും ഡാൻസ് പഠിക്കുമ്പോൾ കാല് വേദനിക്കും, മുട്ട് വേദനിക്കും, കുറേ പഠിക്കാനുണ്ട്, പ്രാക്ടീസ് ചെയ്യണം, ഡിസിപ്ലിൻ വേണം. ആ ഒരു ഫ്രെയിം വർക്കിലേക്ക് എത്തുമ്പോൾ ഓടാനുള്ള എല്ലാ വഴികളും ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ അമ്മ കുറച്ച് കടുക്കട്ടിയായിട്ട് എന്നെ പിടിച്ച് അവിടെ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ ഓരോ ജനറേഷൻ വരുന്നോറും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് നൃത്തം, അതല്ലെങ്കിൽ ഓരോ പ്രൊഫഷനും. അപ്പൊ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മീൻസ് പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കുറെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ടാവും. ഒരു ജനറേഷൻ ബൈ വരുമ്പോൾ എങ്ങനെയാ വ്യത്യാസം, എങ്ങനെയാ നോക്കിക്കാണുന്നത്? എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് എക്സ്പോഷർ വളരെ കുറവായിരുന്നല്ലോ. അപ്പം നമ്മൾ കാണുന്ന ആർട്ട് ഫോംസ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും നടക്കുന്ന ആർട്ട് ഫോംസ്. ഇപ്പം നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ നാട്ടിൽ നമ്മുടെ അമ്പലത്തിലും നമ്മുടെ പരിസരത്തും നടക്കുന്ന ഓരോ ഫോംസും നമുക്ക് പരിചിതമായി തോന്നുന്നു. ഇപ്പോൾ എക്സ്പോഷർ കൂടുന്നതനുസരിച്ച് നൃത്തത്തിൽ മാത്രമൊന്നുമല്ല, എല്ലാ ഫീൽഡിലും കുറെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് കുറെ കൂടിയും ആക്സസ് ഉണ്ട് ടു ന്യൂവർ ഫോംസ്. അത് പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും വരയ്ക്കുന്നതാണെന്നുണ്ടെങ്കിലും പല ഐഡിയാസ് ആണെങ്കിലും നമുക്കിങ്ങനെ സ്ട്രൈക്ക് ചെയ്യും. ഇൻക്ലൂഡിങ് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി. നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പണ്ടത്തേനെ അപേക്ഷിച്ച്. അതിൻ്റെതായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സംഭവിക്കുന്ന ഒന്നാണ്, നമ്മളൊരു ക്ലോസ്ഡ് ഫോമാറ്റിൽ നിന്ന് കുറെ കൂടിയും ഓപ്പൺ ആയിട്ട് ജനകീയമായിട്ട് നമ്മുടെ ഫോംസിനെ എങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളൊരു ചിന്ത. അത് ജനകീയമാക്കുമ്പോൾ ഫോമിനെ ഡൈല്യൂട്ട് ചെയ്യാതെ എങ്ങനെ ജനകീയമാക്കണം എന്നുള്ളതും കൂടി ചിന്തിക്കണം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതിനെ എനിക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതിങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കലാകാരൻ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ കലയെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ, നമുക്ക് രണ്ടും കൂടെ ബാലൻസ് ചെയ്തു പോകാൻ പറ്റുന്നുണ്ടോ? അതിനെക്കുറിച്ച് എങ്ങനെ? എല്ലാത്തിനും ഒരു ബാലൻസ് ആവശ്യമാണ്. ഞാനിപ്പോ സപ്പോസ് ഒരു ഡാൻസ് സ്കൂളായിട്ടല്ല, ഇപ്പൊ സ്പന്ദ എന്നുള്ളൊരു സ്ഥാപനം ഇല്ല എന്നുണ്ടെങ്കിൽ, സപ്പോസ് ഐ എം എ പെർഫോമർ, അപ്പോഴും ഒരു ബാലൻസ് ആവശ്യമുണ്ട്. ഇനി പെർഫോമറും അല്ല, നമ്മളൊരു സ്കൂളും നടത്തുന്നില്ല എന്നുണ്ടെങ്കിലും ഞാൻ വെറുതെ വീട്ടിലിരുന്ന് എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഡാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അവിടെയും ഒരു ബാലൻസ് ഉണ്ട്. എൻ്റെ മോൾക്ക് വേണ്ട സമയം, എൻ്റെ വീട്ടിന് വേണ്ട സമയം, എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ട സമയം. അപ്പോൾ ബാലൻസ് എനിക്ക് തോന്നുന്നു കംസ് ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് എനിത്തിങ് ദാറ്റ് വി ഡു. അതൊരു കലയെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ബാലൻസ് ആവണമെന്നില്ല. ആ ബാലൻസ് സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് എവിടെയാണ് നമുക്ക് ആ ബാലൻസ് കംഫർട്ടബിൾ ആവണം എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുന്നത് ആണ് തോന്നുന്നു അതിൻ്റെ ഒരു കീ.
അതുപോലെ തന്നെ അതിനോടുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ. അതായത് നമ്മളില്ലേ, ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നല്ല ടാലന്റ് ഉള്ള കുട്ടികൾ ഡാൻസും അല്ലെങ്കിൽ സിംഗിങ് അങ്ങനെ പല ടാലൻസ് ഉള്ള കുട്ടികളെ നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്. ഗ്രാജുവലി അവർ വളർന്ന് വലുതാവുമ്പോൾ പല ജീവിത സാഹചര്യങ്ങളും ഉണ്ടാവാം, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ കുറച്ച് കാലയളവിലായിട്ട് അറിയാവുന്നതുകൊണ്ട് നിങ്ങളെ ആസ് എ ഒരു പേഴ്സൺ ആദ്യം എനിക്ക് തോന്നുന്നു നിങ്ങൾ പൂജാണ്ണി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ട് ഇങ്ങനെ ബിസിനസ്സിലേക്ക് കടന്ന് ഇങ്ങനെ പോകാനുള്ള ഒരു തോട്ടം എങ്ങനെ വന്നു? അത് എന്താ പറയാ, അതിന്റെ ഉറവിടം എങ്ങനെയാണ്? ഈ ചോദ്യത്തിന്റെ 2-3 ഉം. ഭാഗങ്ങളാണ്. ഒന്ന്, പണ്ട് കാലത്ത് ഡാൻസ് പഠിച്ച ആൾക്കാർ ഇപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല. എന്നുള്ളൊരു എലിമെന്റ്. അത് പല സാഹചര്യങ്ങൾ കൊണ്ടാവാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഡാൻസ് എന്നല്ല, എന്തൊരു കല പഠിക്കുകയാണെങ്കിലും ഈവൻ എന്തൊരു കാര്യം പഠിക്കുകയാണെങ്കിലും ഇപ്പൊ നമ്മൾ പലരെയും കുറിച്ചും കേട്ടിട്ടുണ്ട്, അവർ IIT-യിൽ പഠിച്ചു എന്നിട്ട് ദ ഡൂയിങ് സംതിങ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് എന്നൊക്കെ പറയുന്നത്. എന്തൊരു അറിവ് പഠിക്കുമ്പോഴും അത് നമ്മളൊരു 360 ഡിഗ്രിയിൽ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു ട്രാൻസ്ഫർമേഷൻ വരും. അപ്പോൾ ഇപ്പൊ ഡാൻസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറമേക്ക് കാണുമ്പോൾ സ്റ്റേജിൽ പോകണം, പെർഫോം ചെയ്യണം, ഒന്നില്ലെങ്കിൽ ഒരു പെർഫോമറായി മാറണം, അല്ലെങ്കിൽ ഒരു ടീച്ചറായി മാറണം എന്നുള്ളതിനുപരി നമുക്കൊരു മാറ്റം അതിൽ വരുത്താൻ സാധിച്ചാൽ നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ, നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന വിധം, നമ്മൾ നടക്കുന്ന രീതി, നമ്മൾ സംസാരിക്കുന്ന രീതി, ഇങ്ങനത്തെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാവാം. ചിലപ്പോൾ നമ്മൾ ഒരു തേർഡ് പേഴ്സണോട് ഇന്ററാക്ട് ചെയ്യുന്ന രീതി ആയിരിക്കാം. ഇപ്പോൾ ചോദിച്ചല്ലോ നേരത്തെ, ഒരു സ്ഥാപനം റൺ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കോംപ്രമൈസ് എന്ന്. ഇതിൽ നമ്മളൊരു സ്ഥാപനം റൺ ചെയ്യുമ്പോൾ നമ്മൾ പല തരത്തിലുള്ള ആൾക്കാരെ കാണുകയും സംസാരിക്കുകയും പരിചയപ്പെടുകയും ചെയ്യാണ്. നമ്മുടെ കാഴ്ചപ്പാടുകളായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ പോലും നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടാവാം. അവർക്ക് നമ്മുടെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയണമെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം. അപ്പം നമ്മുടെ കാഴ്ചപ്പാടായിട്ട് നേരെ വിപരീതമായിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ കൂടെ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അവരെ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യാം, പക്ഷെ അവരെ ഉൾക്കൊണ്ടുകൊണ്ടും ചെയ്യാം. അപ്പോൾ അവിടെയൊക്കെയാണ് നമുക്ക് ചെറിയ 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 നമ്മൾ പോലും കാണാത്ത, ഇപ്പൊ പുറമേക്ക് നമ്മൾ കാണുന്ന പല വലിയ അച്ചീവ്മെന്റ്സ് അല്ല, ഈ കുഞ്ഞു കുഞ്ഞു അച്ചീവ്മെന്റ്സ് ആയിരിക്കും. ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരാളോട് സംസാരിച്ചു, അവരോട് നല്ല രീതിക്ക് സംസാരിക്കാൻ സാധിച്ചു എന്നുള്ള പോലത്തെ എവറി ഡേ ഉള്ള കുഞ്ഞു കുഞ്ഞു വിൻസ് ആയിരിക്കാം നമ്മുടെ ചുറ്റും നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ആയി മാറുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇതൊരു ഒരു അതല്ലാണ്ട് കോൺഷ്യസ് എഫേർട്ട് ആണോ ചോദിച്ചാൽ ഉറപ്പായിട്ടും അതൊരു കോൺഷ്യസ് എഫേർട്ടാണ്. നമ്മൾ ഇവിടെ എണീറ്റ് രാവിലെ ഓഫീസിലേക്ക് വരാൻ തോന്നാത്ത ദിവസങ്ങളിൽ എണീറ്റ് വരുന്നത് പോലും ഒരു കോൺഷ്യസ് എഫേർട്ടാണല്ലോ. അങ്ങനെ ഒരു കോൺഷ്യസ് എഫേർട്ട് ഉണ്ട്. അതല്ലാതെ ഒരു ബ്രാൻഡ് മാർക്കറ്റ് ചെയ്യാൻ അങ്ങനെ അങ്ങനെ തോട്ട് ഉണ്ടോ ഉണ്ടായിട്ടില്ല. ചോദിച്ചാൽ ഉണ്ട്. ഉം. സ്വാഭാവികമായിട്ടും ഉണ്ട്. ഇപ്പോൾ സ്പന്ദയുടെ പേജിൽ അതെ. നമ്മൾ കണ്ടന്റ് ഇടുന്നുണ്ട്, എൻ്റെ പേജിൽ കണ്ടന്റ് ഇടുന്നുണ്ട്, അതിനൊക്കെ അതിലൊരു എഫേർട്ട് ഉണ്ട്. പക്ഷെ അതൊരു ഈ പറയുന്ന റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ഇടുന്നൊരു എഫേർട്ട് അല്ല. അത് ഓരോ ദിവസവും വന്നു പോകുന്ന മാറ്റങ്ങളൊക്കെ തന്നെയാണ്, ഗ്രാജുവലി ഗ്രാജുവലി വരുന്നതാണ്. ഇപ്പൊ കുറച്ച് വീഡിയോസ് എന്തോ വൈറലായിട്ടുണ്ട്, അതിനുശേഷമാണ് തോന്നുന്നു എനിക്ക് ഫോളോവേഴ്സ് കൂടിയതും. അത് കഴിഞ്ഞ് കുറെ പേര് ക്ലാസ്സിന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എൻ്റെ ക്ലാസ്സിൽ പണ്ട് നടക്കുന്നുണ്ട്. ഒരു 10 വർഷം മുന്നേ ഞാനിത് തുടങ്ങുമ്പോഴും എൻ്റെ ക്ലാസ്സിൽ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. അന്നതെന്തോ ക്ലിക്ക് ആയിട്ടില്ല, ഇന്നത് ക്ലിക്ക് ആവുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് മാത്രമല്ല, അന്നും എനിക്ക് തോന്നുന്നു നിങ്ങൾ ക്വാളിറ്റി ഭയങ്കരമായിട്ട് അല്ലെ, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഉണ്ടായിരുന്നില്ല. അതെനിക്ക് അന്ന് നിങ്ങളെ ഷൂട്ട് ചെയ്തപ്പോൾ മുതൽ അറിയാം, ഭയങ്കര ക്വാളിറ്റി നോക്കുന്ന. എനിക്ക് തോന്നുന്നു അതാണ് വേണ്ടി തോന്നുന്നു എല്ലാവരും ചെറുപ്പം ചെയ്യേണ്ടത്. തുടങ്ങിയിട്ട് എനിക്ക് ഒരു 99 കിട്ടിയ ഒരു സന്തോഷം വരില്ല. എനിക്ക് ആ 100 അതാണ്. കിട്ടണം എന്ന് തോന്നിയ ആ 100 തന്നെ വേണം. അപ്പൊ ആ ഒരു പെർഫെക്ഷൻ പല സമയത്തും ബുദ്ധിമുട്ടായിട്ടുണ്ട് കേട്ടോ. എങ്കിൽ തന്നെ ആ ഒരു പെർഫെക്ഷനിസ്റ്റ് ആറ്റിറ്റ്യൂഡ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഫ്രം ദ സ്റ്റാർട്ട്. അപ്പൊ അതിന്റെ നല്ല വശങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഞാൻ മനഃപൂർവ്വം ഇപ്പൊ ഈ പറയുന്ന പോലെ ഒരു ലാർജർ സ്കെയിലിലേക്ക് നമ്മൾ പോകുമ്പോൾ അത്രയും പെർഫെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കില്ല. അപ്പൊ ചില കാര്യങ്ങളിൽ ഞാൻ മനഃപൂർവ്വം ആ പെർഫെക്ഷനിസ്റ്റ് ആറ്റിറ്റ്യൂഡിനെ കട്ട് ചെയ്യാനും പഠിച്ചിട്ടുണ്ട്. ബാലൻസ് അവിടേക്ക് എന്നെ തിരിച്ചെത്തുന്നത്. ആസ് എ ഡാൻസർ ആണല്ലോ ഇപ്പോൾ. അപ്പോൾ മാമിന്റെ ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? അയ്യോ, എനിക്ക് ഇഷ്ടേ ആയിരുന്നില്ല. എനിക്ക് ചെയ്യാനേ ഇഷ്ടമായിരുന്നില്ല. ആൻഡ് ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ എന്നെക്കാളും ഒരുപാട് നല്ല കുട്ടികൾ, നല്ല ടാലന്റ് ഉള്ള, ഞാനൊക്കെ ഗ്രൂപ്പൊക്കെ കളിക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന കുട്ടിയായിരുന്നു. എന്നെക്കാളും നന്നായി ചെയ്യുന്ന, വളരെ നന്നായി ചെയ്യുന്ന, എപ്പോഴും എൻ്റെ പ്രോഗ്രാം കാണാൻ എൻ്റെ സൈഡിൽ നിന്ന് ഒരു 10-30 ആൾക്കാരുണ്ടാവും. എൻ്റെ അമ്മ, അമ്മാവൻ, അമ്മായി, അങ്ങനെ ഒരു ഫുൾ ബിഗ് ഗ്രൂപ്പ് വെച്ചിട്ടാ വരാ. അവരെല്ലാരും വന്നു കഴിഞ്ഞിട്ട് പറയും, ആ കുട്ടി നന്നായി ചെയ്തോല്ലേ എന്നായിരിക്കും കേൾക്കുന്നുണ്ടാവുക. അത്രയും മോശമായിരുന്നു. ഞാൻ ചെയ്യാനും മോശമായിരുന്നു, പ്രാക്ടീസ് ചെയ്യാനും ഇഷ്ടമായിരുന്നില്ല. പല സമയത്ത് ഈ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ഞാൻ അമ്മയ്ക്ക് ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് ടൈം കൊടുത്തിട്ടുണ്ട്. എനിക്ക് ചെയ്യണ്ട, എനിക്ക് ഇതൊന്നും കളിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി ഓടാനുള്ള എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട്.
ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് മെനി ഗുഡ് മെമ്മറീസ് ഫ്രം മൈ ഫസ്റ്റ് കപ്പിൾ ഓഫ് പെർഫോമൻസസ്. ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് കുറച്ചെങ്കിലും എനിക്കൊരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പൊ 3 വയസ്സ് മുതൽ ടിൽ വെൻ ഐ വാസ് ഇൻ 8th or 9th ഇഷ്ടമില്ലാണ്ട് തന്നെ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇപ്പോ നിങ്ങൾ ഡാൻസ് ചെയ്ത് ഒന്ന് ഫേമസ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് ബിസിനസ്സിലേക്ക് കടക്കുമ്പോ ഇല്ലേ, ഈ നേരത്തെ ചോദിച്ചോട് റിലേറ്റഡ് ആയ ചോദ്യമാണ്. ഇപ്പോൾ പെർഫെക്ഷന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ കുറെ ആളുകൾ വരിക, പൂജ ഉണ്ണി എന്ന ആളുടെ ബ്രാൻഡ് ആ രീതിയിലുള്ള ക്വാളിറ്റി കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ വൈഡർ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2-3 ബ്രാഞ്ച് ഒക്കെ ആവുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അവിടെ എല്ലാം നിങ്ങളുടെ പ്രസൻസ് ഉണ്ടോ, അവിടെ നിങ്ങൾ അവൈലബിൾ ആണോ, അല്ല അവിടെ സ്റ്റാഫ് വെച്ചിട്ട് അങ്ങനെ ഒരു കൺട്രോളിങ് മാത്രമാണോ, അതിൽ ഇപ്പോഴും സ്റ്റിൽ നിങ്ങൾ എല്ലാവരും ടീച്ച് ചെയ്ത് നിങ്ങളുടെ ഇടപെടലുണ്ട് എല്ലാ കാര്യത്തിലും? നമ്മളൊരു ലാർജ് ഓഡിയൻസിനെ കേറ്റർ ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് ചെയ്യാനുള്ള പല കാര്യങ്ങളിലും ഒരു പരിമിതിയുണ്ട്. അപ്പോഴാണ് നമ്മളൊരു ടീം ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ ഈ പേഴ്സണലി ഞാൻ ക്ലാസ് എടുക്കുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. പക്ഷെ എൻ്റെ ടീമിലെ ടീച്ചേഴ്സിനെ ഞാൻ അത്രയും എക്വിപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിലും നടക്കുന്ന കാര്യം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതിന്റെ ക്ലാസ് കണ്ടന്റ് എന്താ നടക്കുന്നത്, എന്താണ് ഒരു കുട്ടിയുടെ പ്രോഗ്രസ്, ഇങ്ങനത്തെ കാര്യങ്ങളിൽ എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഫീൽഡ് ഡാൻസ് ആയതുകൊണ്ട് ഡാൻസിലെ ഈ 3 ഫ്ലോറിൽ നടക്കുന്ന ഓരോ ദിവസം നടക്കുന്ന ക്ലാസ്സുകൾ എന്താണെന്നുള്ളതും അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളതും, ഓരോ കുട്ടിക്ക് ഇപ്പം അറ്റ് സം പോയിന്റ് ഒരു പേരന്റ് ഒരു ഫീഡ്ബാക്ക് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു സാധനം പറയുന്നു എന്നുണ്ടെങ്കിൽ എനിക്കത് ഫിഗർ ഔട്ട് ചെയ്യാൻ സാധിക്കും. അവിടെ എന്താണ് ഇതായിട്ടുള്ളത്, എവിടെയാണ് അവർ ഡീറെയിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്യാനുള്ള ഡാൻസിൽ എനിക്കുണ്ട്. മ്യൂസിക്കും ആർട്സും എന്ന് പറയുന്നത് അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ടീമിലുള്ളത്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് എനിക്കൊരു ധാരണയുണ്ട്. അപ്പൊ ആ കൺട്രോൾ കോണ്ടന്റ് സൈഡിൽ എനിക്ക് ഫുൾ കൺട്രോൾ ഉണ്ട്. അവിടെ എന്താ നടക്കുന്നത്, എത്രത്തോളം നടക്കുന്നുണ്ട്, എന്തുകൊണ്ടൊരു കാര്യം നടന്നില്ല, ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യാനുള്ളൊരു ഒരു കൺട്രോൾ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എല്ലാ ബ്രാഞ്ചിലും, ഇപ്പോൾ നാദയാണെങ്കിലും അൽക്കൂസിലാണെങ്കിലും രണ്ടിടത്തും ഞാൻ ചെല്ലാറുണ്ട്. രണ്ടിടത്തും എൻ്റെ പ്രസൻസ് ഉണ്ട്. എല്ലായിടത്തും ക്യാമറ എൻ്റെ ഓഫീസിലുണ്ട്. അപ്പോൾ അറ്റ് എവറി ക്ലാസ് ഇപ്പോൾ ഒരു അനക്കം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ക്യാമറ എൻ്റെ വർക്കിന്റെ ഭാഗമായിട്ടുള്ള ഒരു സാധനമാണ്. എൻ്റെ കണ്ണ് എപ്പോഴും അവിടെ ഒരു മൂവ്മെന്റ് നടക്കണില്ല എന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ എന്താ നടക്കാത്തതെന്ന് ഇമ്മീഡിയറ്റ്ലി കോൾ പോകും. അതുകൊണ്ട് പേരൻസിന് ധൈര്യമായിട്ട് കുട്ടികളെ പഴയ ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്, ധൈര്യമായിട്ട് അയക്കാം. അതെ. ഡാൻസിൽ നിന്ന് ഒരു ഡാൻസ് ടീച്ചറിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു തോട്ട് എപ്പോൾ മുതലാണ് വന്നൊരു ഡാൻസ് പഠിപ്പിക്കണം, അല്ലെങ്കിൽ കുട്ടികൾ വേണം പഠിപ്പിക്കാൻ, അങ്ങനെ ഒരു തോട്ടിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അപ്പോൾ ഒരു കുട്ടികളായിട്ടുള്ള ഒരു ടീച്ചർ സ്റ്റുഡൻറ് കണക്ഷൻ എങ്ങനെയാണ് പോകുന്നത്? അതുപോലെ ഇപ്പോൾ ഇതുപോലെ വരുന്ന ബിഗിനേഴ്സ് ആയാലും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും ചിലർക്കൊരു ഡൗട്ട്ഫുൾ ആവും. ഇത് നമുക്കൊരു ഒരു മാന്യമായ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫീൽഡ് ആണോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടാവും. ഇപ്പൊ കുറച്ച് മാറിയിട്ടുണ്ട്, കുറച്ച് മുന്നേ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എത്രത്തോളം ഒരു സ്റ്റാൻഡേർഡ് ലിവിങ്ങിനുള്ള ഇൻകം ഏൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളെ പോലെ ബിസിനസ് ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ആക്ച്വലി ഇതൊരു പ്രൊഫഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രത്തോളം സാധ്യതയുണ്ട്? ആദ്യമൊക്കെ എനിക്ക് പെർഫോം ചെയ്യാൻ തന്നെയായിരുന്നു താല്പര്യം. എനിക്കൊരു ടീച്ചർ എന്നുള്ള കാര്യം എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ കണ്ടുവന്നിട്ടുള്ളത് എൻ്റെ പാവം ടീച്ചേഴ്സൊക്കെ എല്ലാ ദിവസവും വന്ന് ഒരേ ബേസിക്സ് പഠിപ്പിക്കുന്നു, ബിഗിനേഴ്സിനെ പഠിപ്പിക്കുന്നു. എനിക്കതൊക്കെ ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ പേഴ്സണലി ഞാൻ എല്ലാ ദിവസവും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഐ ഡോണ്ട് ലൈക്ക് ടു ഡു ദ സെയിം തിങ്. ഇപ്പം 10 മണിക്ക് ഞാൻ വന്ന് ഒരേ വർക്ക് 5 മണി വരെ ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഡിസിപ്ലിനൊക്കെ കുറവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ഒരു മോട്ടിവേഷൻ കുറവായിരിക്കും. അപ്പോൾ ടീച്ച് ചെയ്യാന്ന് പറയുമ്പോൾ ആ ഡിസിപ്ലിൻ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ നാട്ടിൽ പോയിട്ട് ഞാൻ ഇവിടെയാണ് ഫുള്ള് സ്കൂളിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് കോളേജ് ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാട്ടിൽ പോയത്. ആ സമയത്ത് പോയപ്പോഴാണ് എൻ്റെ ബേസിക്സിൽ കുറച്ച് വർക്ക് ഉണ്ട് എന്നുള്ളതും എൻ്റെ ബേസിക്സ് സ്ട്രോങ് അല്ല എന്നുള്ളതും കുറച്ചുകൂടി ഇത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനിവിടെ കലാതിലകമൊക്കെ ആയി എല്ലാ കോമ്പറ്റീഷൻസിനും പങ്കെടുക്കുന്നു, എല്ലായിടത്തും മറ്റേ സ്റ്റാറായി നിൽക്കുന്ന ഒരാളാണ്. എനിക്കെന്താ കുഴപ്പം എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ആദ്യം തോന്നുന്നത്. എൻ്റെ അരമണ്ടിയിലേക്ക് എന്താ കുഴപ്പം, എൻ്റെ മുദ്രകൾക്ക് എന്താ കുഴപ്പം എന്നുള്ളതായിരുന്നു ഫസ്റ്റ് എൻ്റെ ഉള്ളിലുള്ള ചോദ്യം. പക്ഷെ ആ കൊമ്പൊക്കെ ഒന്ന് ഒടിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായി. അതായത് ഇവിടെയൊക്കെ ബേസിക്സിൽ പ്രശ്നമുണ്ട്. ഞാൻ ചെയ്ത കാര്യങ്ങളിൽ നമ്മളൊരിടത്ത് സ്റ്റാർ ആണെന്ന് വെച്ചിട്ട് നമുക്ക് തെറ്റില്ല എന്നുള്ളതല്ലല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ അതെല്ലാം റീഡു ചെയ്തപ്പോഴാണ് അത് ഭയങ്കര പണിയായിരുന്നു. ഒരു 21 ഇയേഴ്സിൽ നമ്മുടെ ബോഡി ഫുള്ളി കണ്ടീഷൻ ചെയ്യാന്ന് പറയുമ്പോൾ 21 വയസ്സാകുമ്പോഴേക്കും നമ്മളെല്ലാം സെറ്റായി. നമ്മൾ 3 വയസ്സ് മുതൽ ചെയ്യുന്നതാണല്ലോ. അപ്പൊ അത് മാറ്റാൻ ഭയങ്കര കഷ്ടമാണ്, ഒരു ചേഞ്ച് കൊണ്ടുവരാൻ. അത് ആ ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ചെറുപ്പം തുടങ്ങിയേ ഇങ്ങനെയായിരുന്നു പഠിച്ചതെന്നുണ്ടെങ്കിൽ എന്ത് എളുപ്പമായിരിക്കും എനിക്ക് ഈ ഒരു പ്രായത്തിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു തോന്നൽ വന്നു.
പിന്നെ ഇങ്ങോട്ട് വന്നു ആൻഡ് എല്ലാവരെയും പോലെ എൻ്റെ പേരൻസിനും ഞാനൊരു സ്റ്റഡി ഇൻകം ഉള്ളൊരു ജോലി ചെയ്യണം എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. അപ്പോഴും ഡാൻസ് ഇങ്ങനെ ഫുൾ ടൈം ആയിട്ട് പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. പക്ഷെ ഇവിടെ കുറേ നല്ല കുട്ടികളെ എനിക്ക് കാണാനുണ്ടായിരുന്നു. എൻ്റെ ജൂനിയേഴ്സായിട്ട് എൻ്റെ ഡാൻസ് സ്കൂളിലൊക്കെ പഠിച്ച് വന്നിട്ടില്ല, ഞാൻ പഠിച്ചു വന്നിട്ടില്ല. അപ്പോൾ അവർക്കൊക്കെ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്താൽ അവർക്ക് വലുതാവുമ്പോൾ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ, അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. പിന്നെ ജോബും ഇതൊക്കെ കൂടി കുറച്ച് പേര് വന്ന് ജോയിൻ ചെയ്യുന്നു, പഠിക്കാൻ ആഗ്രഹം പറയുന്നു, അവരെ പഠിപ്പിക്കുമ്പോൾ ഒരു ഫുൾഫിൽമെന്റ് കിട്ടുന്നു. അവരുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കറക്റ്റ് ആകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മളൊരാൾക്ക് ഒരു ഒരു കുഞ്ഞു കാര്യമാണെങ്കിലും അത് കറക്റ്റ് ചെയ്യുന്നു, അവർക്ക് ഒരു കുഞ്ഞു കുഞ്ഞു അച്ചീവ്മെന്റ്സ് വരുമ്പോൾ അത് ഭയങ്കര ഫുൾഫിൽമെന്റ് തരാൻ തുടങ്ങി. അങ്ങനെ അത് വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു 4-5 കുട്ടികളായി, പിന്നെ അതൊരു 10ആയി, വീട്ടിൽ കുറച്ച് കൂടുതലായി. വീട്ടിൽ പിന്നെ നെയ്ബേഴ്സിന്റെ ശല്യം, ഉം. നെയ്ബേഴ്സിന്റെ ശല്യമല്ല, അവർക്ക് നെയ്ബേഴ്സിന് നിങ്ങളെ നമ്മളെ കൊണ്ട് ശല്യം വന്നു തുടങ്ങി. അങ്ങനെ അപ്പൊ റേഡിയോയിൽ ജോലി ചെയ്യുന്ന കാലമായിരുന്നു. അപ്പോൾ ഒരു സ്പേസ് എടുക്കാം, എന്തായാലും അവിടെ നിന്ന് ഒരു സ്റ്റഡി ഇൻകം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്കൊരു കുഞ്ഞ് സ്പേസ്, എനിക്ക് ഡാൻസ് ചെയ്യാൻ ഒരു ഫ്ലോർ വേണമെന്ന് മാത്രമായിരുന്നു, എനിക്ക് പഠിപ്പിക്കാൻ ഒരു ഫ്ലോർ എന്നുള്ളൊരു ആഗ്രഹത്തിൽ തുടങ്ങി. പിന്നെ റേഡിയോ ജോലി പോയി, അപ്പൊ പിന്നെ ഇതിലേക്ക് ഫുൾ ടൈം കയറി. പിന്നെ കുട്ടികളുടെ എണ്ണം കൂടി, സ്പേസ് എടുത്തു, ബ്രാഞ്ച് എടുത്തു, അങ്ങനെ അങ്ങനെ ഉള്ളൊരു വളരെ സ്ലോ സ്റ്റഡി ഗ്രോത്ത് ആയിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡും ഇതിൽ വളരെ ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ്. അപ്പൊ ആളാണ് ഇതിന്റെ അഡ്മിനും ഇതിന്റെ ഞാൻ പറഞ്ഞു ബോറിംഗ് ആ എവറി ഡേ വർക്ക് ചെയ്യുന്ന ആള്, പേപ്പർ വർക്ക്സും അഡ്മിനും അതിന്റെ ബിസിനസ് പരമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ട്. കാര്യങ്ങൾ കൂടുതലും ആളാ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഫുള്ളി എന്റെ കണ്ടന്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നു. ഇൻകം ജനറേറ്റ് ചെയ്യാനും പ്രൊഫഷനായിട്ട് മുന്നോട്ട് പോകാനും ഇനിഷ്യലി ഡാൻസ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ നമ്മൾ അങ്ങോട്ട് മാത്രം ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിലും അവർ പഠിക്കുമ്പോൾ അവരുടെ ജ്വല്ലറി, അവരുടെ ഡ്രസ്സ്, അടുത്ത വർഷം അടുത്ത സെറ്റ് ഡ്രസ്സ്, അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ ഓപ്പർച്യൂണിറ്റി വരും. ഇത് അങ്ങോട്ട് മാത്രം ഒരു ഔട്ട്ഫ്ലോ, ഇങ്ങനെ ഒരു 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 വലിയ കാലയളവ് ഇങ്ങനെ മോണിറ്ററിലി അങ്ങോട്ട് മാത്രമാണ് അത് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ചില സമയത്ത് ഇങ്ങനെ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് വരും, ഞാൻ ഈ ഇടുന്ന പൈസയ്ക്ക് വല്ല ഗുണമുണ്ടോ? എൻ്റെ അച്ഛൻ എപ്പോഴും പറയും, നിനക്ക് വേണ്ടി ഡാൻസിന് സ്പെൻഡ് ചെയ്ത പൈസ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന്. അച്ഛന് തീരെ താല്പര്യമില്ലാത്ത ഒരു ഏരിയ ആയതുകൊണ്ടും കൂടി അച്ഛനതിങ്ങനെ എത്ര പൈസ ചെലവാക്കുന്നതെന്ന് ചെറുപ്പത്തിൽ പറയായിരുന്നു. പക്ഷെ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. കാരണം അച്ഛൻ അന്ന് അങ്ങനെ വെൽ ഓഫ് ആയിട്ടുള്ളൊരു ഇതൊന്നും അല്ല, അച്ഛൻ്റെ കയ്യിൽ ഉള്ളതിനെ വെച്ച് അമ്മയുടെയും എൻ്റെയും ഒരു ആഗ്രഹത്തിന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അത് കാരണമാണ് എനിക്ക് ഇന്ന് ഇത്രയും നാള്, പ്രത്യേകിച്ച് ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു 3 വയസ്സ് മുതൽ 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ കുട്ടി കരയാണ്, കുട്ടി ക്ലാസ്സിന് പോകുന്നില്ല, താല്പര്യമില്ല. കുട്ടിക്ക് താല്പര്യമില്ല. അച്ഛൻ ഇങ്ങനെ പറയുകയും ചെയ്യും അമ്മയോട്, അവൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒന്ന് നിർത്ത് എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു, എന്നിട്ടും അച്ഛൻ അത് അച്ഛൻ്റെ ആ ഉള്ള റിസോഴ്സസ് എനിക്ക് വേണ്ടി ഇങ്ങനെ സ്പെൻഡ് ചെയ്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഒരു പോയിന്റിൽ ഇതിങ്ങനെ പതുക്കെ വന്നു തുടങ്ങും. അപ്പം പക്ഷെ ദാറ്റ്സ് ദ സെയിം വിത്ത് കോളേജസ്, ദാറ്റ്സ് ദ സെയിം വിത്ത് സ്കൂൾ. നമ്മുടെ അച്ഛനമ്മമാര് അതെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതെ നിന്നെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് എന്താ ഗുണം എന്ന് ചോദിക്കില്ലേ, അതുപോലെ തന്നെയാണ് ഇത്. എവിടെയെങ്കിലും വെച്ച് ഇത്, ഇറ്റ് നീഡ് നോട്ട് ബി നമ്മളെ ഈ കൊടുത്ത കൊല്ലത്തും കിട്ടും എന്ന് പറയുന്ന പോലെ നമ്മൾ ഇടുന്ന എഫേർട്ട് ഡാൻസിലൂടെ തന്നെ കിട്ടിക്കോണമെന്നില്ല. പക്ഷെ എവിടെയെങ്കിലും ഒക്കെ ഒരു ഒരു കല പഠിക്കുന്നതിനെ കൊണ്ട് ഒരാൾക്ക് ഒരു ഗുണം ഉണ്ടാവും, അതിലെനിക്ക് സംശയമില്ല. ഇപ്പൊ നമ്മളൊരു നോട്ട് നെസസറിലി ഒരു ഡാൻസർ അല്ലെങ്കിൽ ഡാൻസ് പെർഫോമർ അല്ലെങ്കിൽ ഒരു ടീച്ചർ ഈ ഫീൽഡിൽ തന്നെ നിൽക്കണമെന്നില്ല. പക്ഷെ ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും എന്ത് കല പഠിക്കുമ്പോഴും നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. ആ ട്രാൻസ്ഫോർമേഷനിലൂടെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ എത്തും, അതില് സംശയമില്ല. അത് അതൊരു പഠിക്കുന്ന വ്യക്തിയെ മോൾഡ് ചെയ്യാനും അത് ചെറുതായിട്ടൊക്കെ ഇപ്പൊ ഒരു വലിയ പ്രോജക്റ്റ് ഒക്കെ എടുക്കുമ്പോഴേ, ഇപ്പൊ ഒരു കുട്ടി ഒരു അരങ്ങേറ്റം ചെയ്യുകയാണെങ്കിൽ, എൻ്റെ അടുത്തൊക്കെ പഠിക്കുമ്പോൾ അരങ്ങേറ്റം ചെയ്യാന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു വർഷത്തെ പണിയാണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. കുട്ടിയുടെ ഡയറ്റ്, കുട്ടിയുടെ ഫിസിക്കൽ എക്സസൈസ്, പ്ലസ് ഈ കുട്ടികളൊക്കെയും സ്കൂളിൽ ചെയ്യുന്നുണ്ട്, അവർ മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, അവർ ഡാൻസിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചെറിയ കുട്ടികൾ ആസ് യങ് ആസ് 9 അവർ സ്കൂളിൽ പോകുന്നതിന് മുന്നേ എണീറ്റ് വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് പാവങ്ങൾ സ്കൂളിൽ പോകുന്നത്. സ്കൂളിൽ പോയി വന്ന് അവരൊരു ഫുൾ സെറ്റ്, ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞത് പ്രാക്ടീസ് ചെയ്തിട്ടേ ക്ലാസ്സിൽ കയറാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും ഒരു ലോങ് ടൈറ്റ് സ്കെഡ്യൂളിലൂടെ ഈ 9ഉം 10ഉം വയസ്സായ കുട്ടികൾ ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ട്രാൻസ്ഫോർമേഷൻ എന്താവുന്ന ആലോചിച്ച് നോക്കൂ. അവര് ആസ് യങ് ആസ് 9 and 10 they are learning to manage multiple things. പിന്നെ ഞാൻ ഒരിക്കലും അഡ്വക്കേറ്റ് ചെയ്യാത്തൊരു കാര്യം, ആക്ടിവിറ്റീസ് നിർത്തിയിട്ടായിരിക്കരുത് നമ്മൾ അപ്പർ ക്ലാസ്സുകളിലേക്ക് പോകുന്നത്. ഇപ്പോൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ ചെയ്യുന്നത്, കുറേ ആക്ടിവിറ്റീസ് ചെയ്യുന്നിടത്തുനിന്ന് അവർ കട്ട് ചെയ്യും. ഓക്കെ, ഞാൻ ഇനിയിപ്പോൾ 8ാം ക്ലാസ് ആയി, എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റണില്ല, അപ്പോൾ ഞാൻ ഡ്രോയിങ് കട്ട് ചെയ്യാം. ഇനി എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റണില്ല, അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്യാം. ആ കട്ട് ചെയ്യലായിരിക്കരുത് അതിൻ്റെ ഒരു ഹൗ എം ഐ ഏബിൾ ടു മാനേജ് എന്നുള്ളതാണ് ഞാൻ പറയുന്ന. ടൂ മെനി തിങ്സ് എന്നല്ല കേട്ടോ, മനസ്സിലായി. പക്ഷെ എങ്കിലും ഒരു 2-3 കാര്യങ്ങൾ ഒരുമിച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വലുതാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോൾ യു വിൽ ഹാവ് ടു മാനേജ് എ ഫാമിലി. If you have a family, you will have to manage your family.
യു വിൽ ഹാവ് ടു മാനേജ് യുവർ പേഴ്സണൽ മീ ടൈം പറയുന്ന കാര്യങ്ങൾ, യു വിൽ ഹാവ് ടു മാനേജ് യുവർ വർക്ക്, യു വിൽ ഹാവ് ടു മാനേജ് യുവർ ചൈൽഡ്സ് ആക്ടിവിറ്റീസ് ബിയോണ്ട് ഓൾ ദിസ്. അപ്പൊ ഇതെല്ലാം മാനേജ് ചെയ്യാന്ന് പറയുന്നത് ചെറിയ പണിയല്ല. അത് മാനേജ് ചെയ്യാനുള്ള ഒരു സ്കില്ലും കൂടി ഇവിടെ സൈഡ് ബൈ സൈഡ് ഡെവലപ്പ് ആവാണ്. ഞാൻ ജോലി എന്നുള്ള പെർസ്പെക്റ്റീവിൽ മാത്രമല്ല, ഞാനൊരു സാധാരണ ഒരു ലൈഫ് വിത്ത് ഫാമിലിയിലാണെങ്കിൽ പോലും ഒരു വീട്ടമ്മ പോലും എന്തോരം കാര്യങ്ങൾ മാനേജ് ചെയ്യണം. അവരുടെ ടാസ്ക്കാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പൊ അതൊക്കെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു കാര്യമുണ്ട്. ഇതൊരു നമ്മുടെ കംഫർട്ട് സോണിലേക്ക് പെട്ട് കഴിഞ്ഞു, മൾട്ടിപ്പിൾ കാര്യങ്ങൾ മാനേജ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബിഗർ ചാലഞ്ചസ് ടേക്ക് ഓൺ ചെയ്യാനുള്ള ഒരു ബാൻഡ് വിഡ്ത്ത് വരെയാണ്. ഞാൻ കുട്ടികളോട് എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാ, ഓരോ ആൾക്കാർ, ഒരു വ്യക്തി 24 മണിക്കൂറുള്ള വ്യക്തിയാണ് രാജ്യം ഭരിക്കുന്ന പ്രൈം മിനിസ്റ്റർ. അപ്പൊ അവരും ഇതൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അവരുടെ റിസോഴ്സസ് ഡിഫറെന്റ് ആണെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മളെ പോലെ തന്നെ സമയവും നമ്മളെ പോലെ തന്നെ ഒരു ഹ്യൂമൻ ആയിട്ടുള്ള ഒരാളാണ് ഓരോ രാജ്യങ്ങൾ ഭരിക്കുന്നതും. മാം ഇപ്പോൾ ഒരു പെർഫോമൻസ് ചെയ്യുകയാണ്, അപ്പോൾ അതിന് മുന്നേ ഒരു കൊറിയോഗ്രാഫി, കുട്ടികളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻസ്, അതിൻ്റെ പിന്നിൽ എഫേർട്സ് എത്രത്തോളം ഉണ്ട്? എഫേർട്സ് അല്ലെന്ന് പറഞ്ഞു ഇപ്പോൾ, എന്നാലും എങ്ങനെയാണ് അതൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുവന്നേക്കെ? ഓരോ പ്രോജക്റ്റ് അനുസരിച്ചിട്ടാണ്. പക്ഷെ കൂടുതലും ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ ആവശ്യപ്പെടുന്നത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പേരൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഫ്രീ ഹാൻഡാണ്. എനിക്ക് എൻ്റെ ക്രിയേറ്റീവ് ഔട്ട്പുട്ട് എല്ലാം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ഫ്രീ ഗ്രൗണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടവും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമുക്ക് ലിമിറ്റേഷൻ വരുമ്പോഴാണ് അവിടെ കുറച്ചുകൂടി ബുദ്ധിമുട്ടാവുക. സോ ദാറ്റ്സ് മൈ ഫസ്റ്റ് സ്റ്റെപ്പ്, ടേക്കിംഗ് ദാറ്റ് ഫ്രീ ഹാൻഡ് ഫോർ മൈസെൽഫ്. രണ്ടാമത്തെ വർക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ ഭരതനാട്യത്തിലാവുമ്പോൾ ഒബ്വിയസ്ലി പാട്ടുകൾ ഫൈനലൈസ് ചെയ്യണം. ഈ കുട്ടി ആരാണോ ആ കുട്ടിക്ക് ചേരുന്ന വിധത്തിൽ, ആ കുട്ടിക്ക് ഇപ്പോഴത്തെ ഒരു പ്രായം, കുട്ടിയുടെ ഒരു സ്ട്രെങ്ത് കാണാൻ സാധിക്കുന്ന വിധത്തിൽ പെർഫോം ചെയ്യുമ്പോൾ, ഒരു വലിയൊരു പെർഫോമൻസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ആ കുട്ടിയുടെ സ്ട്രെങ്ത് അവിടെ ഹൈലൈറ്റ് ആവണം. കുട്ടിക്ക് വീക്കായിട്ടുള്ള ഏരിയാസ് എന്താണെന്ന് മനസ്സിലാക്കി ആ വീക്ക്നെസ്സസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെയാണല്ലോ കുട്ടിക്ക് ഇതിനെ കൊണ്ട് ഗുണം ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഫോമാറ്റിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തുന്നു. പിന്നെ പേഴ്സണലി ഞാൻ ചെയ്യുന്ന പ്രോജക്ട്സിൽ എൻ്റെ ജതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. സോ ഐ ഗെറ്റ് ഇറ്റ് കമ്പോസ്ഡ്. അപ്പോൾ അത് ചെയ്യും. മ്യൂസിക് കമ്പോസ് ചെയ്യണമെങ്കിൽ മ്യൂസിക് കമ്പോസ് ചെയ്യും. പിന്നെ അതിന് ഡാൻസ് കമ്പോസ് ചെയ്യും. സോ ചിലപ്പോൾ ടീച്ചേഴ്സൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഡാൻസുകളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടാവുക. എല്ലാം കഴിഞ്ഞ് കുട്ടിയുടെ മേലെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. കുട്ടിക്ക് വേണ്ട ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഫിസിക്കലി എൻഡ്യൂറൻസ് കിട്ടണം. അപ്പോൾ ആ ഫിസിക്കൽ എൻഡ്യൂറൻസിന് വേണ്ടി കുട്ടിക്ക് ഫിറ്റ്നസ് വൈസ് എന്തൊക്കെ വേണം, കുട്ടിക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ കുട്ടി തളരാതിരിക്കണം. അപ്പോൾ മെന്റലി എന്തൊക്കെ മോട്ടിവേഷൻസ് വേണ്ടി വരും, എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടി, വാട്ട്സ് ഗോയിങ് ഓൺ ത്രൂ ദ മൈൻഡ് ഓഫ് എ ചൈൽഡ്. ചെറിയ കുട്ടിയാണ്. ഇതൊക്കെ നമ്മൾ വലിയ എഫേർട്ട് ഇടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കുട്ടിയുടെ മേലെ ഒരുപാട് പ്രഷർ ഇടുന്നതിനേക്കാളും ആ കുട്ടിക്ക് അത് എൻഡ്യൂർ ചെയ്യാനുള്ളൊരു ബാൻഡ് വിഡ്ത്ത് ഉണ്ടാക്കിയിട്ട് വേണം ആ പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനെന്താണ് കുട്ടിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക? വാട്ട് ഈസ് ദ ചൈൽഡ് തിങ്കിങ്, വാട്ട് ഈസ് ദ ചൈൽഡ് ഫീലിംഗ്? ആ കുട്ടി എത്രത്തോളം ഈ പ്രോസസ്സിലൂടെ കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ കൂടെ നിർത്തിക്കൊണ്ട് ആ കുട്ടിയെ എങ്ങനെ ഇത് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അല്ലാണ്ട് കുട്ടി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു പരീക്ഷ എഴുതുന്ന ഫീൽഡിൽ വന്ന് ഡാൻസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ കുട്ടിയെ കൂടെ നിർത്തിക്കൊണ്ട് എങ്ങനെയാ ചെയ്യാൻ പറ്റുക? പ്രൈം മോസ്റ്റ് ഇമ്പോർട്ടൻസ് ആ കുട്ടിക്കാണ്. അപ്പൊ അതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ബിഗ് റൗണ്ട് ഓഫ് വർക്ക് ഉണ്ട്. പിന്നെ ടീം ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നത്, അതിൻ്റെതായിട്ടുള്ള ബാക്ക് എൻഡിലെ പണി, വെന്യൂ ഹയർ ചെയ്യല്, വെന്യൂന്റെ കാര്യങ്ങള്, അവിടുത്തെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യല്, ഓഡിയൻസ്, ഇത് ഇങ്ങനെ ഒരു വലിയ വർക്ക് ഉണ്ട്. ഇപ്പോൾ ഒരു ഡാൻസറുടെ ജേണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിഗാണ്. ഇപ്പോൾ ഒരു പെർഫോമർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡാൻസ് നോക്കി കണ്ടുപഠിച്ച് നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാം. പക്ഷെ ഒരു ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ അതിന് നല്ല കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ അത്രമാത്രം എഫേർട്ട് അതിലിടണം. അപ്പോൾ ഈ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മേ ബി അറിയുന്നത് ഇതിന് പിന്നിൽ ഇത്ര എഫേർട്സ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒപ്പീനിയൻ എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു തോട്ട്? നമ്മൾ ഈ ഇന്റർവ്യൂ തുടങ്ങിയപ്പോൾ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെയാണ് ഞാൻ തിരിച്ചു വരുന്നത്. അതായത് ഡിസ്കംഫേർട്ട് വരുമ്പോൾ നമ്മൾ ഓടാനാണ് ശ്രമിക്കുക. നമുക്ക് ഒരാൾക്കും ഡിസ്കംഫേർട്ടിൽ നിൽക്കാൻ ഇഷ്ടമല്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു കുട്ടി ഉണ്ടെങ്കിൽ പോലും ആ കുട്ടി ബുദ്ധിമുട്ട് അറിയരുത് എന്നാണ് നമ്മൾ ഫസ്റ്റ് വിചാരിക്കുക. പക്ഷെ കുട്ടി ബുദ്ധിമുട്ട് അറിയണം, കഷ്ടപ്പാട് അറിയണം, ഡിസിപ്ലിൻ്റെ ഒരു ഡിഫിക്കൽട്ടി മനസ്സിലാവണം. അങ്ങനെയാണല്ലോ കുട്ടിയുടെ ഒരു ഫ്രെയിം കൂടുക. അതായത് കുട്ടി എന്നല്ല, നമ്മുടെ ആണെങ്കിൽ പോലും നമ്മളൊരു ഡിസ്കംഫേർട്ട് ഉള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുക. എല്ലാം കംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് ഡിസ്കംഫേർട്ട് ഉണ്ടാക്കുന്ന എല്ലാത്തിനെയും അകറ്റി നിർത്തുമ്പോൾ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. അപ്പൊ ട്രൂലി ഗ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചാലഞ്ചസ് ടേക്ക് ഓൺ ചെയ്യാൻ വേണം. ഡിസ്കംഫേർട്ട് ഉള്ള ഏരിയാസിലൂടെ മാനേജ് ചെയ്യാനും, ആ ഡിസ്കംഫേർട്ടിലൂടെ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതും, ആ ഡിസ്കംഫേർട്ടിലൂടെ വളരാനും ഒരു അവസരമായിട്ട് കാണാൻ പറ്റിയാൽ
കുറച്ചുകൂടി ഗ്രോത്ത് ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ ക്ലാസിക്കൽ ഡാൻസർമാർക്ക് അതുപോലെ ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പൊ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു അറിയപ്പെടുന്നു, അവരെ ഫാൻസ് ഉണ്ട്, ആ രീതിക്ക് മാറിയിട്ടുണ്ട്. കുറച്ചിപ്പോൾ നിങ്ങളൊക്കെ ബിഗിനിങ് സ്റ്റേജിൽ ഇതിനെ വേണ്ട രീതിയിൽ ആളുകളുടെ ഇടയിലേക്ക് എത്താത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നോ? എല്ലാം ഇതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റഡ് ആയ ഒരു വിഭാഗം ഓഡിയൻസിലേക്ക് മാത്രമാണോ അത് എത്തുന്നത്? അല്ല, ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഇതിപ്പോൾ നിങ്ങളൊരു ഭരതനാട്യമോ മോഹിനിയാട്ടോ ഇതുപോലുള്ളൊരു സംഭവം നടക്കുമ്പോൾ കുറച്ച് ഫണ്ണി ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളവിടെ കളിച്ചുകൊണ്ടേ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ചിക്കൻ ബിരിയാണി എന്ന ആ സ്മെല്ലൊക്കെ വന്നാൽ ഇത് എനിക്ക് കറക്റ്റായിട്ട് കൺവേ ഒന്നും എനിക്ക് തോന്നുന്നില്ല. കുറച്ചൊരു എഡ്യൂക്കേറ്റഡ് ആയ ഓഡിയൻസിലേക്കാണോ ഇത് എത്തിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിനോട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ? ഒരു സിംഗർ വന്ന് പാടുന്ന പോലെ അത്ര എളുപ്പമല്ലല്ലോ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഓഡിയൻസിലേക്ക് എത്തിക്കാൻ. അതിപ്പോൾ നിങ്ങൾ ഓൺ കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ അത് അവരെ പിടിച്ചെടുത്താനുള്ള രീതിയിൽ അങ്ങനെ ശ്രമിക്കാറുണ്ടോ? എനിക്ക് തോന്നുന്നു ഭരതനാട്യത്തിൽ കുറച്ചൊക്കെ മാറി വരുന്നുണ്ട് തോന്നുന്നു അല്ലേ? ഇപ്പോൾ ഓരോരുത്തർ നിങ്ങൾ ചെയ്യുന്ന പോലെ കൊറിയോഗ്രാഫി ചെറുതായിട്ടൊക്കെ ചെയ്തു വരുന്ന ടീമുകൾ ഉണ്ടാവാം, നന്നായി ചെയ്തു വരുന്ന ടീമുകൾ ഉണ്ടാവാം. ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതുപോലുള്ള ഇപ്പോൾ നിലനിൽക്കുന്ന ഡാൻസർമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ആളുകളെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യും? ഞാനിത് തുടങ്ങുന്ന സമയത്ത് കുറച്ച് ഈ സ്ട്രിക്റ്റ് ഡിസിപ്ലിനറിയൻ ആറ്റിറ്റ്യൂഡായിരുന്നു. സ്വാഭാവികമായിട്ട് എൻ്റെ പെർഫെക്ഷൻ, എനിക്ക് ഒരു കാല് ഇങ്ങനെ വെച്ചാൽ പോരാ, ഈ ആംഗിൾ പോരാ, ഇങ്ങനത്തെ കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഞാൻ വളരെ സ്പെസിഫിക് ആണ്, അതിപ്പോഴുമാണ്. അപ്പോൾ ചെയ്യുന്ന വിധത്തിൽ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയൊക്കെ ഈ കുട്ടീനെ കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന്. പക്ഷെ സംഭവം അവിടെ ഞാൻ കൺവിൻസ്ഡ് ആയിരുന്നില്ല ആ ആ ഒരു തോട്ട് പ്രോസസ്സിൽ. പിന്നെ അഡൾട്ട്സ് വന്ന് പഠിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്കൊക്കെ ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം, ഞങ്ങൾക്ക് വല്ല സെമി ക്ലാസിക്കലൊക്കെ ഒന്ന് പഠിപ്പിച്ചു തന്നാൽ ഞങ്ങൾ ഇങ്ങനെ സന്തോഷമായിട്ട് കളിച്ചു പോകും എന്നുള്ളത്. അവിടെയും പക്ഷെ ഞാൻ കൺവിൻസ്ഡ് ആയിരുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ചിട്ടയോടെ ആ രീതിയിലേ പഠിപ്പിക്കുള്ളൂ എന്നുള്ളതായിരുന്നു. പക്ഷെ അവർ പറഞ്ഞതിൽ ഞാൻ എടുക്കുന്ന ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ, എന്തിനാ ഞങ്ങൾ ഈ പ്രായത്തിൽ ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ, അതിനൊരു ഉത്തരം കൊടുക്കാൻ സാധിച്ചാൽ അവർ ചെയ്തോളൂ. ഞങ്ങൾ ഈ പ്രായത്തിൽ എന്തിനാ ചെയ്യുന്നത് എന്നുള്ളതിന് ഞാൻ ഉത്തരം തന്നാൽ നിങ്ങളിത് ചെയ്യുമോ എന്നുള്ളതായിരുന്നു ഞാൻ അപ്പം ആലോചിച്ചത്. അത് ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ അവർക്ക് ആ ഉത്തരം കിട്ടി തുടങ്ങി. ലൈക്ക് ഓക്കെ, എനിക്കും ആവശ്യമുണ്ട്. നമ്മൾ ഒരേ സമയം ഇൻസ്റ്റഗ്രാമിൽ കോട്ട് എഴുതും ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നുള്ളതും, ഒരേ സമയം കഷ്ടപ്പാടിലേക്ക് എത്തുമ്പോൾ നമ്മൾ പറയും ഞങ്ങളൊക്കെ ഈ പ്രായത്തിന് എന്തിനാ ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ക്ലിയർ ആൻസർ കൊടുത്ത് പതുക്കെ ഈ പറയുന്ന പോലെ ആളുകൾ ക്ലാസ്സുകൾ എൻജോയ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. അവിടെയാണ് ഇതിൻ്റെ ഒരു കീ എന്ന് പറയുന്നത്. ആളുകൾ ബുദ്ധിമുട്ടുമ്പോൾ തന്നെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ചില ദിവസം ഈ ജിമ്മിൽ പോയിട്ട് നിറയെ കഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നല്ല വേർത്ത് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ഒരു ഞാൻ എന്തെല്ലാമോ ചെയ്തു എന്നുള്ള ഒരു സെൻസ് ഓഫ് അച്ചീവ്മെന്റ് ഉണ്ടല്ലോ. ആ സെൻസ് ഓഫ് അച്ചീവ്മെന്റ് എല്ലാ ക്ലാസ്സിലും കൊടുക്കാൻ സാധിച്ച, എവറി സിംഗിൾ ക്ലാസ് അവരെ ഇറങ്ങുമ്പോൾ അവർ സന്തോഷത്തോടെ, സന്തോഷം പറയുന്ന ക്ലാസ്സിൻ്റെ അകത്തൊന്നും ചെയ്യാത്ത സന്തോഷമല്ല, ഇറങ്ങുമ്പോൾ ഞാൻ എന്തെല്ലാമോ ചെയ്തു, ആ സെൻസ് ഓഫ് അച്ചീവ്മെന്റ്, സെൻസ് ഓഫ് ഫുൾഫിൽമെന്റ്. സുജിത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും ഇഷ്ടമുണ്ടായിട്ടും വിട്ട് പോയ ഒരു കലയായിരിക്കാം. അവർ തിരിച്ച് ഈ പ്രായത്തിൽ തിരിച്ച് കയറുന്ന സമയത്ത് അവർക്ക് അതിലൂടെ ഒരു സന്തോഷം കിട്ടുന്നു. ആ ചാലഞ്ച് എടുക്കുമ്പോൾ എന്നെ കൊണ്ട് ഇപ്പോഴും പറ്റും, ഒന്ന് ഞാൻ പുഷ് ചെയ്താൽ മതി എന്നുള്ളൊരു തോന്നൽ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ ഹാപ്പിയാണ്. പിന്നെ അവർ ക്ലാസ്സിന് വരുന്നതിന് അവർക്കും വേർത്താണ്, പഠിപ്പിക്കുന്ന എനിക്കും വേർത്താണ്, സ്പന്ദയ്ക്കും നല്ലതാണ്. ഇതാണ് ഞാൻ കാണുന്നത്. കൊറിയോഗ്രഫി പെർസ്പെക്റ്റീവിൽ നമ്മുടെ ഭരതനാട്യം എന്ന് പറയുന്നത് ഇപ്പോഴും ആളുകൾ ഞാനില്ല ഇത് കാണാൻ വേണ്ടി, ഭയങ്കര ബോറാണ്, എനിക്കിതൊന്നും മനസ്സിലാവില്ല എന്നുള്ളൊരു ചിന്താഗതി ഇപ്പോഴും അവിടെ സെറ്റാണ്. അത് പിന്നെ ഈ പറയുന്ന ഫിലിം സ്റ്റാർസ് ഒക്കെ വന്ന് കളിക്കുമ്പോൾ അവരെ കാണാൻ വേണ്ടി പോകുന്നതാണ്, അല്ലാണ്ട് ഭരതനാട്യത്തിന്റെ ഫാൻസ് അല്ല, ഫിലിം സ്റ്റാറിന്റെ ഫാനാണ്. അപ്പോൾ അവരെ കാണാൻ പോകുമ്പോൾ അവരെന്തൊക്കെ ചെയ്യുന്നു എന്ന് കാണാനും പറ്റുമെങ്കിൽ ഒന്ന് 2 ട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഭരതനാട്യത്തിന്റെ ഫാൻസ് ഒരു വേറെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അത് അറിയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. പക്ഷെ കൂടുതലും നമ്മളൊരു ഇപ്പൊ ഇവിടെ ഞങ്ങൾ പരിപാടി നടത്തുമ്പോൾ 500 പേര് ഓഡിയൻസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെ 100 ആളായിരിക്കും ആഗ്രഹം കൊണ്ട് വരുന്നത്, ബാക്കിയൊക്കെ അക്കമ്പനിങ് ആൾക്കാരായിരിക്കും. എനിക്ക് പോകണം എന്ന് പറഞ്ഞ് ഭർത്താവ് കൂടെ വരുന്നു, ഭർത്താവും അമ്മയും കൂടെ പോകുമ്പോൾ 2 കുട്ടികൾ കൂടെ വരുന്നു, അവർ ഓടിക്കളിക്കാൻ വരുന്നു. ക്രിക്കറ്റ് മാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ കഷ്ടമാണ്, ഇവരിങ്ങനെ സ്കോർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. എൻ്റെ അച്ഛനൊരു ഡൈ ഹാർഡ് ക്രിക്കറ്റ് ഫാനാ. മാച്ച് ഉള്ള ദിവസം അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛൻ ഫ്രണ്ട് റോയിലിരുന്ന് ഒരു മടിയില്ലാണ്ട് ക്രിക്കറ്റ് സ്കോർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അച്ഛൻ 6 ഷൗട്ട് ചെയ്യുന്ന പോലെ എനിക്കൊരു പേടിയുണ്ട്, അത്രയും ഇതാണ്. പക്ഷെ അവിടെയാണ് ഇതിൻ്റെ ഒരു റിയൽ ചാലഞ്ച് കിടക്കുന്നത്. അതായത് ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷോ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പണ്ഡിതനും പാമരനും ഇഷ്ടപ്പെടാൻ സാധിക്കണം.
ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് മാത്രം ലൈറ്റർ ഇഷ്ടപ്പെടാനാണെന്നുണ്ടെങ്കിൽ, ആവണം അല്ലേ? ലൈറ്റ് എന്നല്ല, ഇതിനെക്കുറിച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രം ആസ്വദിക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ആർട്ട് ഫോമിന് വളർച്ചയില്ല. ഭരതനാട്യത്തിന് ഫാൻസ് കൂടാനൊന്നും പോകുന്നില്ല അങ്ങനെയാണ് വെച്ചാൽ. പക്ഷെ വളരെ ലൈറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ പരിപാടിക്ക് വരില്ല. അവർക്ക് മറ്റേ ഇത് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നൊരു അങ്ങനെ പ്രോഗ്രാമാണ്. തോന്നുന്നു. ഇതിൽ പ്രത്യേകിച്ച് ഒരു വാല്യൂ ആഡ് എനിക്ക് കാണുന്നതിനെ കൊണ്ട് ഉണ്ടാവുന്നില്ലെങ്കിൽ ഞാൻ പോവില്ല. ഞാനൊരു പ്രോഗ്രാമിന് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു തോന്നലെങ്കിലും ഉണ്ടാവണം. അവിടെ പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടണം, എനിക്കൊരു ഇൻസ്പയർഡ് ആവണം. അപ്പൊ അവിടെയും അതിനൊരു ബാലൻസ് വേണം. അൾട്ടിമേറ്റ്ലി ഒരു പെർഫോമർ കളിക്കുന്നത് ഓഡിയൻസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി എന്നൊക്കെ എത്രത്തോളം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി കളിക്കുന്നത് നമ്മൾ നമ്മുടെ വീട്ടിലാണ്. ഒരു സ്റ്റേജിൽ അതെ. പോയിട്ട് ഒരു 500 പേർക്ക് കളിക്കുന്നുണ്ടെങ്കിൽ അവിടെ 500 പേർക്കും എന്തെങ്കിലും ഒന്ന് കൊടുക്കണം, സംതിങ്. ഞാൻ പറയുന്ന ഫുള്ളി ലൈറ്റ് ആക്കിയിട്ട് കൊടുക്കണം എന്നുമല്ല, ഫുള്ളി ഹെവി ആക്കി കൊടുക്കണം എന്നുമല്ല. അവിടെ വരുന്ന ഓരോ ആൾക്കാരെയും ടച്ച് ചെയ്യുന്ന ഒരു കോമ്പസിഷനെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കില്ലേ? അരങ്ങേറ്റത്തിന് ഒരു 5 ഡാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡാൻസ് എല്ലാവർക്കും ഏതെങ്കിലും ഈ 5 ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടപ്പെടുന്നു എന്ന് കാണിക്കാൻ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അവിടെയാണ് അതിന്റെ അച്ചീവ്മെന്റ്. അപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷം ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ ഒരു ഡാൻസിനെ കുറിച്ച് എല്ലാവരും അഭിപ്രായം പറയുന്നത് ഐ സി ഇറ്റ് ആസ് അത് ഓക്കെ, അപ്പൊ ഇന്ന ഡാൻസ് നന്നായിരുന്നു, ഈ ഡാൻസ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്ന് ഫീഡ്ബാക്ക് വരുമ്പോൾ ആ ഡാൻസിനെ കുറിച്ച് മാത്രമാണ് ഫീഡ്ബാക്ക് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഡാൻസുകൾ എവിടെയോ ടച്ച് ചെയ്തിട്ടില്ല ഒരാളെ. അപ്പോൾ ഞാൻ അതിൽ കാണുന്നത് സ്വാഭാവികമായിട്ടും ഒരു ഡാൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഉണ്ടായേക്കാം. പക്ഷെ അതൊരു മിക്സ്ഡ് ഒപ്പീനിയനിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ എല്ലാ ഡാൻസുകളും ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അവിടെയാണല്ലോ അതൊരു സക്സസ് ആവുന്നത്. കമ്പോസർ അപ്പോഴാണ് നിങ്ങൾക്ക് എനിക്കൊരു ഫുൾഫിൽമെന്റ് കിട്ടുക അവിടെ. ഡാൻസിങ് എന്ന് പറയുന്ന ഒരു സെൽഫ് ഹീലർ ആണ് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഡാൻസറാണ്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? സെൽഫ് ഹീൽ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ചാലഞ്ചസ് നമുക്ക് വേണ്ടി ടേക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ പ്രോസസ്സാണ് ഹീൽ ചെയ്യുന്നത്, അല്ലാണ്ട് സ്റ്റേജിൽ പോയി ഡാൻസ് ചെയ്യുന്നതല്ല. ആ പ്രോസസ്സിലൂടെയാണ് ഒരു പ്രോഗ്രാമിനെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്, ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്, ഒരുപാട് ദിവസങ്ങൾ ഉണ്ടാവും എനിക്ക് പോണ്ട, ഇന്നും പോയി അതേ സാധനം ചെയ്യണമല്ലോ എന്ന് തോന്നുന്ന ദിവസങ്ങൾ ഉണ്ടാവും. ആ പ്രോസസ്സാണ് നമ്മളെ ഹീൽ ചെയ്യുന്നത്, ആ പ്രോസസ്സാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ദിവസം പോയി ചെയ്യുന്നത് ഓഡിയൻസിന് വേണ്ടി തന്നെയാണ്. അത് അന്നത്തെ ദിവസം കാണാൻ വന്ന ആൾക്കാരെ സന്തോഷിപ്പിക്കൽ തന്നെയാണ് ആ ദിവസത്തിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്നല്ല. നമ്മൾ കളിക്കുന്ന ദിവസം, നമ്മൾ സ്റ്റേജിൽ പോയി പ്രസന്റ് ചെയ്യുന്ന ദിവസം നമ്മൾ ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയിട്ടല്ല. ആ സമയത്ത് ചിലപ്പോൾ ചില തെറ്റുകൾ വന്നേക്കാം, ചിലപ്പോൾ നമ്മുടെ കമ്മലൂരി വീണ് പോയിട്ടുണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും പാട്ട് പാടിയത് തെറ്റിയിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് തെറ്റിയിട്ടുണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കുമല്ലോ. ആ ദിവസത്തിനല്ല അവിടെ ഇമ്പോർട്ടൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ദിവസത്തിന്റെ ഇമ്പോർട്ടൻസ് അവിടെ നമ്മളെ കാണാൻ വന്നിരിക്കുന്ന 1, 2, 10, 100, 500 പേര് അവർക്ക് തന്നെയാണ്. അവരുടെ മനസ്സിനെ സ്പർശിക്കാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് ആ ദിവസത്തെ ഇമ്പോർട്ടൻസ്. പക്ഷെ ഹീലിംഗ് പ്രോസസ് ഇസ് അൺടിൽ ദാറ്റ് പോയിന്റ്. ഓക്കെ മാം, നേരെ സംസാരിച്ചു RJ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ അതിലേക്ക് എത്തിയേ? ആ RJ ആയത് നിങ്ങൾ ബ്രാൻഡ്, ഐ മീൻ ഞാനിപ്പോഴും നിങ്ങൾ പൂജവണ്ണി കയറുമ്പോൾ ഞാനൊരു ബ്രാൻഡ് ആയിട്ടാണ് കാണുന്നത്. കാരണം എനിക്ക് അത്രത്തോളം ആളുകൾ എന്നെ നാട്ടിൽ നിന്നല്ലോ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഡാൻസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളെ ബ്രാൻഡ് ആയി മാറാനും അല്ലെങ്കിൽ ഈ ബിസിനസ് റൺ ചെയ്യുമ്പോഴും അത് എത്രത്തോളം സഹായകമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതൊരു ഗുണമായി മാറിയിട്ടുണ്ട്. എനിക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഒരേ ജോലി ചെയ്യാൻ ഇഷ്ടമല്ല, എനിക്ക് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ജോലി ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ റേഡിയോ എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് അല്ലേ. നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ നമുക്കിങ്ങനെ കൊള്ളാം, ഒരു ഡിഫറെന്റ് ആയിട്ട് നമ്മളിങ്ങനെ ഹെഡ്ഫോൺസ് ഒക്കെ ഇട്ട് നമ്മൾ ഈ ബാംഗ്ലൂർ ഡേയ്സിലൊക്കെ കാണില്ല, ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ചെയ്യണം. അത് എവിടെ ഒരു ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ട് അത് അവിടെ വന്നു. നമ്മൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ടേക്ക് ഓൺ ചെയ്തു. സഹായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും സഹായിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഇന്നുവരെ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇന്നുവരെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നെ സഹായിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും നാളെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്നെ സഹായിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് ഇതുപോലെ ഇരുന്ന് ഒരു ഫ്ലോയിൽ സംസാരിക്കാൻ സാധിക്കുന്നത് ഞാൻ RJ ആയിട്ട് ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടുമ്പോഴാണെങ്കിലും സ്പന്ദയുടെ എന്തെങ്കിലും പ്രൊമോഷൻസ് വരുമ്പോൾ ഞാൻ സംസാരിക്കുന്നതാണെന്നുണ്ടെങ്കിലും അതിന് സംസാരിക്കാനുള്ള എന്താ ഞാൻ പറയേണ്ടതെന്നുള്ളൊരു സെൻസ് ഉണ്ടല്ലോ, അത് കോൺഷ്യസ് ആയിട്ടൊന്നുമല്ല, അൺകോൺഷ്യസ് ആയിട്ട് ആ ട്രെയിനിങ്ങിലൂടെ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ ഫേസ് കുറച്ച് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടാവാം ആസ് എൻ RJ, ഡാൻസർ ആണെന്ന് പോലും അറിയാതെ തിരിച്ചറിയുന്ന ആൾക്കാരുണ്ടാവാം.
അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചറിവ് വരുന്നുണ്ട്. റേഡിയോയിലൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ടീമിൽ ഒരുപാട് തരം ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഇവരെയൊക്കെ ഡീൽ ചെയ്ത് ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല അതിന്റെ അകത്തുള്ള ഒരു പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രഷറിലൂടെ കടന്നു പോവാൻ സഹായിച്ചിട്ടുണ്ട്. പല ദിവസങ്ങളും നമ്മൾ ഏറ്റവും ലോവസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് ഷോ നിർത്താൻ പറ്റില്ല. ഫുൾ 2 എനർജിയിൽ മണിന്നുണ്ടെങ്കിൽ കൊടുക്കണം. ഷോ കയറണം. അത് നമ്മൾ എന്ത് നടന്നിട്ടാണെങ്കിലും 2 o'clock ഷോയിൽ കയറി ഗുഡ് മോർണിംഗ് ദിസ് ഇസ് പൂജ വിത്ത് യു എന്ന് പറയാൻ 2 o'clock ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയാം. പക്ഷെ അങ്ങനെ പറയാനുള്ളൊരു ഒരു എനർജിയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. നമ്മളെ കേൾക്കുന്ന റോഡിലുള്ള ആരൊക്കെയോ നമ്മളെ കേട്ട് നമ്മളെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദേ നോ നത്തിങ് അബൌട്ട് വാട്ട്സ് ഗോയിങ് ഓൺ ഇൻ അവർ ലൈഫ്. അപ്പൊ ആ ഡിസിപ്ലിൻ ഉണ്ടല്ലോ, അത് നമ്മൾ നമ്മുടെ സ്വന്തം സ്ഥാപനമാണെങ്കിൽ നമുക്ക് പിന്നെയും ഒരു ചാൻസ് ഉണ്ട് ഫോർ അസ് ടു സേ ദാറ്റ് ഓക്കെ ഐ എം കോളിംഗ് ഇൻ സിക്ക് എന്ന് പറയാനുള്ളത്. മറ്റൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യാനുള്ള ലിമിറ്റേഷൻ ഉണ്ട്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. കുറെ വലിയ വലിയ ഷോസിന് ഹോസ്റ്റ് ചെയ്തും കമ്പയർ ചെയ്തിട്ടും വലിയ സെലിബ്രിറ്റീസിനെ കാണാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവരെ കാണുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു എ ആർ റഹ്മാനെ കാണുമ്പോൾ ആളെ നേരിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഓ എന്ത് രസമായിട്ട് ആളെ ക്യാരി ചെയ്യുന്നത്, എന്ത് സിമ്പിൾ ആയിട്ട് ആള് നടക്കുന്നത്. ഷാറുഖ് ഖാനെ കാണുമ്പോൾ, ഷാറുഖ് ഖാനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറെ ആൾക്കാരിൽ നിന്നും നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതിന് റേഡിയോ എന്നല്ല, എന്ത് ജോലിയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ഓരോ ദിവസവും നമ്മൾ പഠിക്കാനുള്ളൊരു ഒരു ലേണിംഗ് കർവിലൂടെ നമ്മൾ ഒരു ഡേ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും വെച്ച് നമ്മൾ ഗ്രോ ചെയ്യുന്ന തന്നെ തോന്നുന്നു. ഓരോ സ്റ്റെപ്പും നമ്മൾ ഗ്രോത്ത് തന്നെ ആയിരിക്കില്ലേ. അപ്പൊ നമ്മളിപ്പോ ഏകദേശം അന്ന് കണ്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 8-9 ഇയേഴ്സ് ആവാനായി. ഓക്കെ, ഈ പീരീഡിന്റെ ഉള്ളിൽ അതേ രീതിയിൽ മാർക്കറ്റിൽ സ്പന്ദ എന്ന് പറഞ്ഞ സ്ഥാപനം പിടിച്ചു നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പം ഇതുപോലെ വരുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഇതുമായി റിലേറ്റഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ പോലെ ബിസിനസ് ചെയ്യുന്നവർക്ക്, നമ്മൾ മാർക്കറ്റിൽ ഡൗൺ ആവാതെ പിടിച്ചു നിൽക്കാൻ അപ്ഡേറ്റ് ആവണം. ഓഫ് കോഴ്സ് അത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതുപോലെ ആ ക്വാളിറ്റിയിൽ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യം പറയുന്നേ ഉള്ളൂ. നമ്മള് ഒരു ഒരു വർക്കായിട്ട് ചെയ്യുമ്പോഴേ, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഷിഫ്റ്റ് ഉണ്ട്, സമയമുണ്ട്. 8 മണിക്കൂറാണ് എൻ്റെ ജോലി എന്നുള്ളത്. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. എനിക്ക് ഇന്ന് നാട്ടിൽ പോകണം എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടിയും പാക്ക് ചെയ്ത് നാട്ടിൽ പോവാം. അതിനെനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് പോവാൻ സാധിക്കും. എനിക്ക് സമയത്തിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അറ്റ് ദ സെയിം ടൈം സമയമില്ലായ്മയുണ്ട്. നമ്മുടെ സ്വന്തം സ്ഥാപനമാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനൊരു ഒരു കത്തലുണ്ടാവും. സമയം എന്ന് പറയുന്ന ഒരു സംഭവം എക്സിസ്റ്റേ ചെയ്യില്ല. 24 മണിക്കൂറാണോ ഒരു ദിവസം ഉള്ളത്, അതോ അതിൽ കുറവാണോ എന്ന് അറിയില്ല. അപ്പം ഞാൻ ഇവിടെ എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് വരും. ഞാൻ തിരിച്ച് വീട്ടിൽ കയറുന്ന രാത്രി 10:30-10:30 മോൾ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം. ഐ ഹാവ് എ ബേബി ഹൂസ് 2. അപ്പോൾ ഈ 2 വയസ്സായ കുട്ടീൻ്റെ കൂടെ ഞാൻ എത്രത്തോളം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ വളരെ കുറവായിരിക്കും. പക്ഷെ ഞാൻ അവളുടെ കൂടെ കിട്ടുന്ന സമയം ഞാൻ മീനിങ് ഫുൾ ആക്കാൻ നോക്കാറുണ്ട്. അപ്പം നമുക്ക് ഈ ടൈം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ഇല്യൂഷനായി മാറും. അങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചാലേ നമുക്ക് ഈ സമയം നോക്കി വർക്ക് ചെയ്യണം. അതിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ ടീമിലുള്ള ആൾക്കാരോടും ഞാൻ പറയുന്ന കാര്യമാണ് കേട്ടോ. ഈ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റ് 10 മണിക്ക് വരാം, കറക്റ്റ് 12 മണിക്ക് പോവാം, 4 മണിക്ക് വരാം, 9 മണിക്ക് പോവാം. ഇറ്റ്സ് അപ് ടു യു. അത് നിങ്ങളുടെ പ്രിവിലേജ് ആണ്, 4 മണിക്ക് ഇറങ്ങണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷെ നമ്മളൊരു സമയം നോക്കാതെ പണിയെടുക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മളതിൽ ഇൻവോൾവ് ആവുക. നമ്മൾ ഇഷ്ടപ്പെട്ട ചില സമയം നമ്മൾ ഈ നെറ്റ്ഫ്ലിക്സിലൊക്കെ സിനിമ കാണുമ്പോൾ ബിഞ്ച് വാച്ച് എന്ന് പറയുന്നില്ലേ, അതെന്തുകൊണ്ടാ? നമ്മൾ അതിൽ അത്രയും മുഴുകി ഇൻവോൾവ് ആയിട്ട് ഇരിക്കുമ്പോഴേ നമുക്ക് ബിഞ്ച് വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സമയം നോക്കി ഒരു എപ്പിസോഡ് കഴിഞ്ഞു, ശരി ഇനി നാളെ, നമുക്കൊരു ഡിസിപ്ലിൻഡ് ആയിട്ട് ഇങ്ങനെ ചെയ്യാം. ആ ഇൻവോൾവ്മെന്റ് ആണ് ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ തോന്നുന്നു. അത് ജോലിയിലാണെങ്കിലും ഇപ്പം നല്ല വർക്ക് ചെയ്യുന്ന, ഇപ്പം RJs ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ വളരെ നന്നായി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിന് സ്വന്തം സ്ഥാപനം വേണമെന്നല്ല, പക്ഷെ അവരുടെ അത്രയും ഇൻവോൾവ്മെന്റ് ഉണ്ട്. സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരാൾക്കും, ഞാൻ സക്സസ്ഫുൾ ആണെന്നല്ല പറയുന്നത്, പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ എനിക്ക് തോന്നുന്നു അവരെല്ലാവരും അത്രയും ഇൻവോൾവ് ആയിട്ട് അവരുടെ ജോലിയെ കാണുന്നതുകൊണ്ടാണ് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ചില ആൾക്കാർ ഇങ്ങനെ വെച്ചടി ഇങ്ങനെ കയറ്റം മാത്രം ഉണ്ടാവുന്നത്, കയറിപ്പോക്ക് മാത്രമേ ഉള്ളൂ. ഇവർക്ക് ഒരു ഇറക്കമില്ലാണ്ടിരിക്കുന്ന ആ ഇൻവോൾവ്മെന്റിലാണ്. ചില ആൾക്കാർ കയറി പോകുന്ന ഇടത്തുനിന്ന് ടക്കെന്ന് പറഞ്ഞാൽ താഴെ വീഴുന്നതും എനിക്ക് തോന്നുന്നു സമയം വേറൊരു വിഷയമാണ്. പക്ഷെ എങ്കിൽ തന്നെ ആ ഇൻവോൾവ്മെന്റും ശ്രദ്ധയും നമ്മുടെ ജോലിയിലുണ്ടെങ്കിൽ മുന്നോട്ട് പോകും തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മെയിൻ പാർട്ടാവും ഇത്.
ആ അല്ലെ? അങ്ങനെ ഇൻവോൾവ്മെന്റ് നമ്മൾ ചെയ്യുന്ന ഇൻവോൾവ്മെന്റ് ഓരോ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നതാണെങ്കിലും ഇപ്പൊ എനിക്കറിയാം അത് നിങ്ങൾ റിലേറ്റഡ് ആവും. ഇവിടുന്ന് ഇത് പാക്കപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഇരുന്ന് എന്റെ തലയിൽ ഇങ്ങനെ ഓടുന്നുണ്ടാവും. ഞാൻ എങ്ങനെയാ സംസാരിച്ചേ, ഞാൻ എന്താ സംസാരിച്ചേ, ഞാൻ സംസാരിച്ച കറക്റ്റ് ആയിരുന്നോ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും, ഞാൻ പറയുന്ന ഇവാലുവേറ്റ് ചെയ്യലല്ല, തെറ്റും ശരിയും മാർക്കിടലല്ല, ബട്ട് വേ കുഡ് ഐ ഹാവ് ഡൺ ബെറ്റർ എന്നുള്ള ഒരു സാധനം എന്റെ തലയിൽ ഓടും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓടും. ഇരുന്ന് കോൺഷ്യസ്ലി ഇരുന്ന് എഫേർട്ട് ഇട്ടിട്ടല്ല, പക്ഷെ ഇങ്ങനെ ഓടും. കുഡ് ഐ ഹാവ് സെഡ് സംതിങ് ബെറ്റർ, കുഡ് ഐ ഹാവ് ഡൺ സംതിങ് ബെറ്റർ, കുഡ് ഐ ഹാവ് സെഡ് ഹെലോ ടു യു ബെറ്റർ, ഞാൻ വോം ആയിരുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഈ ക്യാമറയുടെ മുന്നിലുള്ള കാര്യങ്ങളല്ല, അല്ലാത്ത കാര്യങ്ങളിൽ കുഡ് ഐ ഹാവ് ഡൺ സംതിങ് ബെറ്റർ എന്നുള്ള സാധനം തലയിൽ ഓടും. അതൊരു ഭാഗമാണ്. ഇപ്പൊ എല്ലായിടത്തും പറയുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു സംഭവമാണ് ന്യൂജൻ പിള്ളേരെ അവരെ മേയ്ക്കാൻ അല്ലെങ്കിൽ ഡീൽ ചെയ്യാൻ, അവരെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കീഴിൽ വരുന്ന ആളുകളെ ഡീൽ ചെയ്യാൻ അവർക്ക് ഭയങ്കര അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, മാനേജ് ചെയ്യാൻ. സോ അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് 2 വിഭാഗത്തിൽ വരുന്ന ആളുകളെയും നന്നായിട്ട് മാനേജ് ചെയ്ത് പരിചയം ഉണ്ടാവും. കുട്ടികളെയും ഉണ്ടാവാം, ഒരു ഏജായി വന്ന ആളുകളെ ഉണ്ടാവാം. അതിൽ ആരെ മാനേജ് ചെയ്യാണ് കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നത്? അല്ലെങ്കിൽ പറയുന്നതിൽ എത്രത്തോളം ശരിയുണ്ട്, ഏതാണ് ബെറ്റർ, ഏതാണ് ഭയങ്കര ഡിഫിക്കൽട്ടായി തോന്നുന്നു? ഞാൻ എന്നെ തന്നെ വളരെ ആന്റി സോഷ്യൽ ആയിട്ടുള്ള ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഈവൻ വെൻ ഐ വാസ് വർക്കിംഗ് ഇൻ ദ റേഡിയോ, ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല ക്രൗഡുകളിൽ പോകുന്നത്, ഒട്ടും കംഫർട്ടബിൾ അല്ല പുതിയ ആൾക്കാരോട് സംസാരിക്കുന്നത്. എനിക്ക് ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളാണ്. ഇപ്പോൾ റേഡിയോയിൽ നമ്മളെ കേട്ട് വളരെ ഇഷ്ടപ്പെട്ട് എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ ഉറപ്പായിട്ടും തിരിച്ചു പോകുന്ന എന്തൊരു ജാടയാന്ന് വിചാരിച്ചിട്ടായിരിക്കും. കാരണം എനിക്കൊന്നും സംസാരിക്കാനില്ല. എനിക്ക് പുതിയ ആൾക്കാരോടൊന്നും എനിക്കങ്ങനെ പെട്ടെന്ന് കാണാൻ, ഇപ്പം സുജിത്തിനോട് ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്ന ഒരു പക്ഷെ എനിക്ക് അറിയാം എന്നുള്ളത് കൊണ്ടായിരിക്കും. പക്ഷെ ഭയങ്കര ടൈം എടുക്കും എനിക്ക് ഒരാളോട് സംസാരിക്കാനും. അത് അപ്പൊ ഞാൻ ഓൾഡ് ജെന്നിനെ മാനേജ് ചെയ്യാൻ മോശമാണ്, എന്റെ ജെന്നിലുള്ള ആൾക്കാരെ മാനേജ് ചെയ്യാനും മോശമാണ്, ന്യൂ ജെന്നിനെ കുറിച്ച് പിന്നെ പറയാൻ വേണ്ട. അപ്പോൾ ജനറലി ആളുകളെ മാനേജ് ചെയ്യാൻ കുറച്ച് വീക്കാണ്. അത് ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ട് വരുന്ന ഒരു സ്കില്ലാണ്. കുറച്ചുകൂടി എങ്ങനെയാ അത് നന്നായി ഹാൻഡിൽ ചെയ്യുക, എങ്ങനെ കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ടീച്ച് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് അത് എന്താ പറയാ പിടിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ അത് എനിക്ക് തോന്നുന്നു അവിടെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടർ എന്റെ മുന്നിൽ നിൽക്കുന്ന കുട്ടി എന്റെയാണ്. ആ ഒരു തോട്ടിലാണ് നമ്മൾ. അതെനിക്ക് അതാണ് തോന്നുന്നു അവിടെ കുട്ടികളായിട്ട് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ ബിക്കോസ് എന്റെ മുന്നിൽ നിൽക്കുന്ന കുട്ടി എനിക്ക് മറ്റേ ഫുൾ എന്റെ മോളെ പോലത്തെ കുട്ടി. അത് പിന്നെ എന്തും എനിക്ക് ആ കുട്ടീനെ ഹെൽപ്പ് ചെയ്യണം, ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യണം, കുട്ടിക്ക് എന്താ ബുദ്ധിമുട്ട്, അതെല്ലാം അത് ആ ക്ലാസ്സിന്റെ ഒരു സമയത്തുണ്ടല്ലോ, അത് അവരോട് കുറച്ചൊന്ന് സ്ട്രിക്റ്റ് ആയി സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം ആണെങ്കിൽ പോലും അതെനിക്ക്, ഞാനത് എടുക്കാറുണ്ട്, ആ ഫ്രീഡം എടുക്കാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ് കഴിയുമ്പോഴേക്കും കുട്ടിക്ക് സങ്കടമായോന്ന് തോന്നും, കുട്ടീനെ കംഫർട്ടബിൾ ആക്കും. അപ്പൊ ആ ഒരു സംഭവം എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുട്ടികളെ ഡീൽ ചെയ്യുമ്പോൾ എൻ്റെ മുന്നിൽ ഞാൻ ആ തട്ടക്കടി പിടിച്ചിരിക്കുന്ന സമയത്ത് അത് എൻ്റെ ആയി മാറുന്നുണ്ട്, ആ സ്പേസും അവിടുത്തെ കുട്ടിയും ഒക്കെ. പക്ഷെ സ്വാഭാവികമായിട്ടും നമുക്ക് കാണുന്ന എല്ലാവരും എൻ്റെ ആണെന്ന് അങ്ങനെ തോന്നാത്തതായിരിക്കാം, അങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുകൊണ്ടായിരിക്കും ഈ ബുദ്ധിമുട്ട്. ന്യൂജൻ ഈ ബുദ്ധിമുട്ട് കേൾക്കുന്നുണ്ട്, എല്ലാരും പറയലുണ്ട്. നമുക്കും ഈ പറയുന്ന പോലെ പുതിയ കുട്ടികളെ വർക്ക് ടീമിലൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു കുറെ ഡിഫറെന്റ് ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ പഠിച്ചു വരേണ്ട ഒരു ഏരിയ അതാണ്. നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ ഒരാൾ നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് അവരോട് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ചിന്താഗതിയിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണല്ലോ. അവരുടെ കാഴ്ചപ്പാട് കുറച്ച് മാറ്റം, അത് ശരിയാണ് തോന്നുന്നു. ശരി തെറ്റെന്നുള്ളത് അതിപ്പോ പണ്ട് കാലത്തെ ആൾക്കാരെ നമ്മളെയും പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ത് ഈ പിള്ളേര് പോകുന്ന പോക്കെന്ന് പറയാലുണ്ടല്ലോ. അപ്പോ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ ആള് നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അവരെ ഡീൽ ചെയ്യാൻ പഠിക്കാന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുമായിരിക്കും. നിങ്ങളെ ഫോഴ്സ് ചെയ്ത് പേരൻസ് കൊണ്ടുവന്നാണ്, അതുപോലെ ഫോഴ്സ് ചെയ്ത് വിടുന്ന കുട്ടികൾക്ക് സക്സസ് ആവാൻ പറ്റുമോ, അല്ല ഇത് അവർക്കൊരു ഇഷ്ടം വേണോ ഇതിന് വരുന്നത്? ഫോഴ്സ് ചെയ്ത് വിടുന്ന സമയത്ത് ഡാൻസിൽ തന്നെ സക്സസ് ആവണം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. അത് ചിലപ്പോൾ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. പക്ഷെ കുട്ടികളെ ഫോഴ്സ് ചെയ്യാന്ന് പറയുന്നത് ഞാൻ ട്രോമറ്റൈസ് ചെയ്യുന്നതല്ല കേട്ടോ ഈ ഫോഴ്സ് ചെയ്യാന്ന് പറയുന്നതിന്റെ അർത്ഥം. അതായത് ഒരു കുട്ടിയെ ഡിസിപ്ലിനിലൂടെ ഇങ്ങനെ കടത്തി വിടുക എന്ന് പറയുമ്പോൾ പല കുട്ടികളും ഉണ്ട്, ലേറ്റ് ബ്ലൂമേഴ്സ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്, ഈ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന പോലെയാ. നമ്മൾ ചില ചെടികൾക്ക് ഇങ്ങനെ ദിവസവും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം, ഒരു അനക്കും ഉണ്ടാവില്ല, അത് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, എന്തിനാ വെള്ളം ഒഴിക്കുന്നത് പോലും തോന്നും. പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും ഇതിങ്ങനെ ടക്ക് നിറ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ വളരുന്നത്. ചില ചെടികളിൽ പൂവിരിയും, ചില ചെടികളിൽ പൂവിരിയില്ല. മണി പ്ലാന്റ് പൂവിരിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഭംഗിയില്ലാത്ത പ്ലാന്റ് ആവുന്നില്ലല്ലോ. ചിലത് മരം ആവും, ചിലത് മരം ആവില്ല. അപ്പോൾ ഇതിനെല്ലാം പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗിയുണ്ട്. ഒരു മണി പ്ലാന്റിന് മണി പ്ലാന്റിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട്, മുല്ലച്ചെടിക്ക് മുല്ലച്ചെടിയുടേതായിട്ടുള്ള ഭംഗിയുണ്ട്, പൂക്കളുണ്ട്.
റോസിന് റോസിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട്, മുള്ളുണ്ട്. ഇങ്ങനത്തെ പ്ലാന്റ്സ്, സീസി പ്ലാന്റ് പോലത്തെ പ്ലാന്റുകളുണ്ട്. ചില ചെടി എൻ്റെ ഓഫീസിൻ്റെ അകത്ത് ഇരിക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. ആ ചെടി എങ്ങനെയാന്ന് വെച്ചാൽ അതിന് വെളിച്ചവും കൊടുക്കരുത്, വെള്ളവും കൊടുക്കരുത്, മൈൻഡും ചെയ്യരുത്. മൈൻഡ് ചെയ്യാണ്ട് വിട്ട് അത് വളർന്നോളും. അതിന് എന്തെങ്കിലും കുറച്ച് നമ്മൾ കെയർ ചെയ്യുന്നു, കുറച്ച് കെയർ കൂടുതലായി എന്ന് പറഞ്ഞാൽ അത് വാടാൻ തുടങ്ങും. അങ്ങനെ തന്നെ മനുഷ്യരും. ചില ആൾക്കാർക്ക് ദേ ലൈക്ക് ടു ബി ജസ്റ്റ് ലെഫ്റ്റ് അലോൺ. ഒരു ക്ലാസ്സിൽ ഓവറായിട്ട് ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് ഇഷ്ടമല്ല, അവർ ബ്ലൂം ചെയ്യില്ല. അവരെ ശ്രദ്ധിക്കാണ്ട് ഇങ്ങനെ വിടുമ്പോൾ അവർക്ക് നമ്മളെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും വേണ്ടി അവരങ്ങോട്ട് ചെയ്യും. അതിന് സമയമെടുക്കും. ചില ആൾക്കാർ ഒരു 2 മാസം കൊണ്ട് പ്രോഗ്രസ് കാണിച്ചു തുടങ്ങും. ചില ആൾക്കാർ 2 വർഷം കൊണ്ട് പ്രോഗ്രസ് കാണിച്ചു തുടങ്ങും. ചില കുട്ടികൾ, എനിക്ക് ഇപ്പോഴും ഉണ്ട്, സ്പന്ദ തുടങ്ങിയ സമയം തുടങ്ങി പഠിക്കുന്ന കുട്ടികൾ ഈ 8-9 വർഷം എടുത്തു ആ കുട്ടിക്കൊരു ഒരു ചേഞ്ച് ഉണ്ടാവാൻ. പക്ഷെ ആ ചേഞ്ച് ഒരു ഗംഭീര ചേഞ്ച് ആയിരുന്നു. കുട്ടി നല്ല നല്ല രീതിക്ക് ഒരു ഇരുത്തം വന്നിങ്ങനെ ചെയ്യുന്നുണ്ട്. അതിന് പേരൻസിന്റെ ഭാഗത്തുനിന്ന് പേഷ്യൻസ് വേണം, ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് അതിയായ പേഷ്യൻസ് വേണം, കുട്ടിയുടെ ഭാഗത്തുനിന്ന് വരാൻ സാധിക്കണം. ഈ എന്തൊക്കെ പറഞ്ഞാലും ഒരു അമ്മയ്ക്കും അച്ഛനൊക്കെ ഫോഴ്സ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം അവർക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. കുട്ടി ക്ലാസ്സിൽ വന്നാൽ റെസ്പോണ്ട് ചെയ്യണം. കയ്യും കെട്ടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമില്ല. അപ്പൊ ഇതൊരു 3 വേ എഫേർട്ടാണ്. ടീച്ചേഴ്സും പേരൻസും കുട്ടിയും ഒരു മൊത്തത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം കൂടിയിട്ടുള്ളൊരു ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള കാര്യം കൊണ്ട് ഗുണമുണ്ടാവും. ഡാൻസിൽ തന്നെ ഗുണം ഉണ്ടാവണം എന്നില്ല, എവിടെയെങ്കിലും ഗുണം ഉണ്ടാവും. ഡാൻസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഏജ് ലിമിറ്റ് ഉണ്ടോ? അത് ഇന്ന ഏജിൽ തുടങ്ങിയാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു, കുറച്ച് ലേറ്റ് ആയി വന്നു, അങ്ങനെ ഉണ്ടോ? അങ്ങനെയില്ല. കുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രെഫറബിളി ഒരു 5 വയസ്സിൽ തുടങ്ങുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. നമ്മളിവിടെ 5 വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില കുട്ടികൾക്ക് ഇപ്പോൾ സ്ഥിരമായി നിരന്തരമായി ഇത് കണ്ട് വളരുന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കുട്ടികൾക്ക് ഒരു പക്ഷെ 4 വയസ്സിലൊക്കെ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ സാധിക്കും. 4 വയസ്സ് കുറച്ച് റിസ്കി. എന്താന്ന് വെച്ചാൽ കുട്ടി ഭയങ്കര ചെറുതാ. കുട്ടിക്ക് 1, 2 എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പം അവരുടെ കുറച്ചുകൂടി സ്ലോ ആയിരിക്കും. അവർ പഠിച്ച് വരുന്നൊരു ടൈം കുറച്ചുകൂടി സ്ലോ ആയിരിക്കും. അപ്പോൾ അവരൊരു 6 വയസ്സാകുമ്പോഴേക്കും 2 വർഷം പഠിച്ചു, ഇത്രയേ ആയുള്ളൂ. 5 വയസ്സായ കുട്ടി ചിലപ്പോൾ 1.5 വർഷം കൊണ്ട് പഠിക്കും. അങ്ങനെ ഒരു ഡിഫറൻസ് ആണ് തോന്നുന്നത്. പക്ഷേ വളരെ നല്ല ഡാൻസേഴ്സ് 20-ാമത്തെ വയസ്സിൽ ഡാൻസ് തുടങ്ങിയ ആൾക്കാരുണ്ട്. കലാക്ഷേത്ര ഫൗണ്ട് ചെയ്ത രുക്മിണി ദേവി തുടങ്ങിയത് വളരെ ലേറ്റ് ആയിട്ടാണ്. പക്ഷെ അവരാണ് ഇപ്പം അറിയപ്പെടുന്ന ഒരു കലാക്ഷേത്ര പോലത്തെ ഒരു ഫൗണ്ടേഷൻ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം അതിന് ലേറ്റ് ആയി പോയിന്നില്ല, നേരത്തെ ആവാതെ നോക്കണം എന്നുള്ളത് മാത്രം. ടു ഏർലി ആവരുത്. ഇന്നത്തെ സ്നാപ്പേഴ്സ് ടോക്സിൽ മാം കുറേ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ വരുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും, കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇത്രയും ടൈം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ പുതിയൊരു എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും താങ്ക് യു. താങ്ക് യു വെരി മച്ച് ഫോർ ഹാവിങ് മീ. സുജിത്ത്, ഒരുപാട് കാലത്തിന് ശേഷം നമുക്ക് കാണാൻ സാധിച്ചു. ഇങ്ങനൊരു അവസരത്തിൽ മീറ്റ് ചെയ്യാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. സന്തോഷം. ഐ ആം ഹാപ്പി ടു സീ യുവർ ബിഗ് ടീം. അതെ, ഞാനും കാണുന്നുണ്ട് നിങ്ങളുടെ എന്താ പറയാ ബ്രാൻഡായി പോകുന്നത്. ഇതിപ്പോ ഈ പറയുന്ന പോലെ യുഎയിൽ നിന്നല്ല, ഒരു ഇന്റർനാഷണൽ തലത്തിലായി സ്പന്ദ മാറട്ടെ. ഫൗണ്ടേഷൻ അങ്ങനെയല്ലേ, ഫൗണ്ടേഷൻ സ്ട്രോങ് ആണ്. അപ്പൊ നിങ്ങൾ ഏകദേശം ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ വന്നത്. അപ്പൊ ഇപ്പൊ ആ റിലീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അപ്പോഴേ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഭയങ്കര പെർഫെക്ഷൻ, സൂപ്പർ പെർഫെക്ഷൻ നോക്കിയിരുന്ന ആളാണ്. അപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത് കയറി വരും. നമുക്ക് ഇതേപോലെ നമ്മൾ ഈ ഫോട്ടോഗ്രാഫി ഇത് ചെയ്യുമ്പോൾ ഒരുപാട് ആളെ മീറ്റ് ചെയ്യുന്നതും കണ്ടും സംസാരിച്ചും അറിയപ്പെടുന്ന പല സെലിബ്രിറ്റിയും ആദ്യത്തെ ഷൂട്ടൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, അല്ല ഷൂട്ട് ചെയ്യാതെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും ഇവര് കയറി പോകും. അപ്പോ അത് ടച്ച് വുഡ് അതുപോലെ ആവട്ടെ, ഇനിയും അങ്ങനെ ആവട്ടെ, അറിയപ്പെടുന്ന രീതിയിൽ മാറട്ടെ. ബിസിനസ്സിനോടൊപ്പം നിങ്ങളുടെ ഡാൻസിലും നിങ്ങൾ പൂജ ഉണ്ണി എന്ന് പറയുമ്പോൾ അറിയപ്പെടുന്ന രീതിയിലാവട്ടെ, ഫാൻസുകൾ ഉണ്ടാവട്ടെ. താങ്ക് യു.